So hi, hello, good evening. എല്ലാവരും ഇവിടെ എത്തിയോടാ. സോ ഗുഡ് ഈവനിങ് കേട്ടോ. നമ്മളപ്പോൾ ഇന്ന് കലാഷ് നിക്കോവിൻ്റെ അടുത്തൊരു ചാപ്റ്ററായിട്ടാണ് വന്നിട്ടുള്ളത്. സോ ഇന്നിപ്പോൾ കുറേ നേരം ഒരുപാട് പേർക്ക് ലൈവൊക്കെ ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ എല്ലാവരും ക്ഷീണിച്ചിരിക്കുകയെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ക്ഷീണമൊക്കെ പെട്ടെന്ന് തീർക്കാം. അറിയാലോ, തെർമോഡൈനാമിക്സ് ഈസ് വൺ ഓഫ് ദി ഒരുപാട് പേർക്ക് ഭയങ്കര ചടപ്പുള്ളൊരു ചാപ്റ്ററാണ്. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് വൺ ഓഫ് ദി ഇൻട്രസ്റ്റിംഗ് ചാപ്റ്റർ ടു ലേൺ ഫ്രം ഫിസിക്സ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്യോർ ജസ്റ്റ് ഒരു ഐഡിയാസ് മാത്രം നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ പഠിക്കാൻ പറ്റിയൊരു ചാപ്റ്ററാണ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വന്ന എല്ലാവരും ഹാജർ പറഞ്ഞ ആസ് യൂഷ്വൽ ആരൊക്കെയാണ് ഇവിടെ ഉള്ളത്. സോ ഡോക്ടർ സോനു തോമസ് ഇസ് അഗെയിൻ ഹിയർ. ഹി ഈസ് സെയിങ് ഹലോ. യാരി ഈസ് ഹിയർ, സന്തോഷ് ഇസ് ഹിയർ, നിഫ ഈസ് ഹിയർ, നോവ ഈസ് ഹിയർ. അപ്പോൾ ഉള്ളവരൊക്കെ ജസ്റ്റ് ഒന്ന് ഹാജർ പറഞ്ഞേടാ, നോക്കട്ടെ ആരൊക്കെ ഉണ്ട് ഇവിടെ എന്ന് അറിയണമല്ലോ, ആരൊക്കെയാണ് ഉള്ളതെന്ന് അറിയണം. സോ നമ്മൾ കലാഷ് നിക്കോവിലേക്ക് കിടക്കുമ്പോൾ ആദ്യമേ പറയാം, ഇന്ന് ഈ ലൈവ് അറ്റൻഡ് ചെയ്യുന്ന കുട്ടികൾ ലക്കിയാണ്. കാരണം ഈ ചാപ്റ്റർ സച്ച് എ സ്മോൾ ചാപ്റ്റർ. അറൗണ്ട് ഒരു 10 to 12 ക്വസ്റ്റ്യൻസേ ഉള്ളൂ NCERT കലാഷ് നിക്കോവ് എൻറ്റയർ ആയിട്ട്. സോ ആ ഒരു 12 ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യും, നമ്മൾ വ്യക്തമായിട്ട് ഡിസ്കസ് ചെയ്യും. അതിലൂടെ നമ്മുടെ ഇന്നത്തെ ഡിസ്കഷൻ കഴിയും. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ ആർക്കെങ്കിലും എന്താണ് പെട്ടെന്ന് കഴിക്കാനോ വിശക്കാനോ ഉണ്ടെങ്കിൽ ഒരു പേടിയും പേടിക്കണ്ട, പെട്ടെന്ന് തന്നെ നമുക്ക് കാര്യം തീർക്കാം. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഷടപടയെന്ന് തീർത്തുവിടാം. ഓക്കെ ആണല്ലോ, ഫൈൻ. So Dr. Sonu Thomas again says hi, Ashwati says hi. Okay, നമുക്ക് എന്തായാലും സമയം കളയണ്ട. ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ദി ടോപ്പിക്. ഓക്കെ, സോ തെർമോഡൈനാമിക്സിൻ്റെ തിയറി നിങ്ങൾക്ക് ഒരുപാട് പല ആൾക്കാർ പല സമയങ്ങളിലായി പഠിപ്പിച്ചതാണ്. സോ ഇന്നത്തെ നമ്മുടെ ഒരു ബേസിക് കാര്യം എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾ ടു ലേൺ അബൌട്ട് ദി ക്വസ്റ്റ്യൻസ് വിച്ച് ഇസ് സറൗണ്ടിങ് ഇറ്റ്. അപ്പോൾ എന്താ പറയുക, ഇതിൻ്റെ തിയറി വേണമെന്നുണ്ട്, അത് എൻ്റെ അടുത്ത് തന്നെ കേൾക്കണമെന്നുണ്ടെങ്കിൽ ദർ ഇസ് എ +1 റിവിഷൻ സീരീസ്. അതിനകത്ത് ഞാൻ ഈ ഒരു ചാപ്റ്റർ അത്യാവശ്യം നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ എടുത്തിട്ടുണ്ട്, ഇൻക്ലൂഡിങ് സം ഫ്യൂ ഇമ്പോർട്ടൻറ്റ് ഡെറിവേഷൻസ് ഓൾസോ. അപ്പോൾ നിങ്ങൾക്ക് അതൊന്നും എന്ത് ചെയ്യാം, നിങ്ങൾക്ക് +1 റിവിഷൻ ക്ലാസ്സിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഈ തെർമോഡൈനാമിക്സിൻ്റെ തിയറി സെഷൻ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ മെയിൻലി പഠിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ ആണല്ലോ, ഫൈൻ. ഇന്ന് കംപ്ലീറ്റ് ആവില്ല, ഡെഫിനറ്റ്ലി എന്താ കംപ്ലീറ്റ് ആവാണ്ട്, നമുക്ക് പെട്ടെന്ന് തന്നെ തീർക്കാമല്ലോ. ഓക്കെ, സോ ദിസ് ഇസ് എ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ NCERT. അപ്പോൾ ഇത് എടുക്കുന്ന സമയത്ത് എനിക്ക് 1-2 റിവ്യൂസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. സാർ എന്താണ് NCERT ഫുൾ എന്ന് പറഞ്ഞിട്ട് ചില ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ് സാർ ഒഴിവാക്കുന്നുണ്ടല്ലോ, ജസ്റ്റ് ഒബ്ജക്റ്റീവ് മാത്രമാണോ ചെയ്യുന്നത്? ആക്ച്വലി ഞാൻ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസിൽ നിന്ന് ഒബ്ജക്റ്റീവ് ആക്കുക ചെയ്യുക. ഞാൻ 4 ഇക്വേഷൻസ് ഒക്കെ ഇട്ട് 4 ഫോർമുലാസോ അല്ലെങ്കിൽ 4 ഓപ്ഷൻസ് തന്ന് അത് നിങ്ങൾക്ക് ഇട്ട് തരാൻ ചെയ്യുക. ബട്ട് ഇത്തവണ ഞാൻ ഫുൾ വെദർ ഇറ്റ്സ് തിയറി, വെദർ ഇറ്റ്സ് എന്താണ് MCQ എല്ലാം തപ്പിപ്പിടിച്ച് എല്ലാ ക്വസ്റ്റ്യൻ ചെയ്യാണ് ഇങ്ങോട്ടുള്ള പരിപാടി. വി ആർ നോട്ട് ലീവിങ് എനി ക്വസ്റ്റ്യൻ. ഓക്കെ ആണല്ലോ. സോ ലെറ്റ് സ്റ്റാർട്ട് ദി ക്വസ്റ്റ്യൻ. ഓക്കെ ആണല്ലോ, ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ വാട്ട് ഇസ് ഇറ്റ്? എ ഗെയ്സർ heats water flowing at the rate of 3 liters per minute from 27 degrees Celsius to 77 degrees Celsius. If the geyser operates on a gas burner, what is the rate of consumption of the fuel if its heat of combustion is 4 × 10⁴ joule per gram എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താ പറഞ്ഞിട്ടുള്ളത്? ഒരു ഗെയ്സർ ഇസ് ബേസിക്കലി എ കൈൻഡ് ഓഫ് ഇലക്ട്രിക് ഹീറ്റർ. നമ്മുടെ ഇലക്ട്രിക് ഹീറ്റർ ഒക്കെ അല്ല നമ്മൾ വെള്ളം ചൂടാക്കുന്നത്, അതിൻ്റെ ഒരു മോഡിഫൈഡ് പേരായിട്ട് നമ്മൾ ഗെയ്സർ കണക്കാക്കിയാൽ മതി. അപ്പോൾ ഒരു ഗെയ്സർ ഉണ്ട്. ഈ ഗെയ്സർ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ലിറ്റർ പെർ മിനിറ്റ്, അതായത് ഒരു മിനിറ്റിൽ 3 ലിറ്റർ എന്ന രീതിയിൽ വെള്ളം വരുന്നുണ്ട്. അതിനെന്ത് ചെയ്യുന്നുണ്ട്, 27 ഡിഗ്രിയിൽ നിന്ന് 77 ഡിഗ്രിയിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് ആദ്യം ചെയ്യും എത്ര ടെമ്പറേച്ചർ ഇവിടെ ഇൻക്രീസ് ചെയ്യുന്നു. വാട്ട് ഈസ് ദ ഡെൽറ്റ ടി ഹിയർ? പറഞ്ഞേടാ, വാട്ട് ഈസ് ദി ഡെൽറ്റ ടി? ഇവിടുത്തെ ഡെൽറ്റ ടി എത്ര? ഡെൽറ്റ ടി എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, 77 ഡിഗ്രി സെൽഷ്യസ്, 77 ഡിഗ്രി മൈനസ് 27 ഡിഗ്രി. ശരിയാണല്ലോ. സോ ദാറ്റ് അക്കൗണ്ട്സ് ടു 50 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടുത്തെ ഒരു ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 50 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആണ്. ഓക്കെ ആണല്ലോ. അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട വേറെ കാര്യം, വാട്ട് ഈസ് ദ സ്പെസിഫിക് ഹീറ്റ് ഓഫ് വാട്ടർ? വാട്ട് ഈസ് ദി സ്പെസിഫിക് ഹീറ്റ് ഓഫ് വാട്ടർ? അത് തന്നിട്ടില്ല എന്ന് പറയരുത് മക്കളെ, കാരണം ദാറ്റ് ഈസ് വൺ വാല്യൂ വിച്ച് യു ഷുഡ് ബൈ ഹേർട്ട് ഇൻ യുവർ ലൈഫ്. ഓക്കെ, സ്പെസിഫിക് ഹീറ്റ് ഓഫ് വാട്ടർ എല്ലാവരും അറിയണം. ആൻഡ് ദ വാല്യൂ ഇസ് 4.2 ജൂൾ ഗ്രാം Celsius rate to -1. ഓക്കെ ആണല്ലോ. സോ ദിസ് ഇസ് ദി സ്പെസിഫിക് ഹീറ്റ് ഓഫ് വാട്ടർ, 4.2 ജൂൾ പെർ സംതിങ്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് സ്പെസിഫിക് ഹീറ്റ് ഓഫ് വാട്ടർ പറയാം. ഇനി നമ്മൾ അറിയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എത്ര ഫ്യൂവലാണ് കൺസ്യൂം ചെയ്തിരുന്നതെന്ന് വെച്ചാൽ. അപ്പോൾ ഫ്യൂവൽ എത്രയെന്ന് അറിയണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യം എന്ത് മനസ്സിലാക്കണം, എത്ര ഹീറ്റാണ് ഈ ഒരു വെള്ളം, അതായത്
ടോട്ടലി ഈ സാധനം ചൂടാവാൻ വേണ്ടി നിനക്ക് ചിലവാകുന്നതെന്ന് അറിയണം. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വാട്ട് ഈസ് എമൗണ്ട് ഓഫ് ഹീറ്റ്. അപ്പോൾ നമുക്ക് ഹീറ്റ് കാണാനുള്ള ഫോർമുല Q is equal to MC delta T. ശരിയാണല്ലോ. Q എന്ന് പറയുന്നത് MC delta T ആണ്. ഓക്കെ ആണല്ലോ. സോ M എന്ന് പറയുന്നത് എത്രയാണ്? M ഈസ് ലിറ്ററലി ദി എമൗണ്ട് ഓഫ് വാട്ടർ വിച്ച് ഇസ് ടേക്കൺ പെർ മിനിറ്റ്. നിനക്ക് അങ്ങനെ എടുക്കാം, കാരണം എല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ബൈ വിത്ത് റെസ്പെക്ട് ടു ടൈം എന്നുള്ള രീതിയിലാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അല്ലേ. സോ ടോട്ടൽ എമൗണ്ട് നമുക്ക് അറിയാം, കാരണം ഓരോ മിനിറ്റിലും ഇത് ചൂടായിക്കൊണ്ടേ ഇരിക്കുക. അപ്പോൾ നമുക്ക് ആകെ പറയാൻ പറ്റുന്നത് എത്ര റേറ്റിൽ പോകുന്നു എന്നുള്ളത്. അപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഇത് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള കാര്യമാണ് സാർ, ടോട്ടൽ എമൗണ്ട് അറിയാണ്ട് എങ്ങനെയാണ് ചോദിക്കുക. ഇത് നമ്മൾ എന്താ ചെയ്യുന്നത്, നമുക്ക് പാകം തന്നിട്ടുള്ളത് ഒരു മണിക്കൂറിൽ ഈ വണ്ടി 57 കിലോമീറ്റർ പോകുന്നു, അല്ലെങ്കിൽ ഒരു വണ്ടി 57 കിലോമീറ്റർ പോവാണ്. ഓക്കെ, ഇതിൻ്റെ മൈലേജ് എത്രയെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ ആണല്ലോ. ഇതിൻ്റെ സ്പീഡും തന്നിട്ടുണ്ടാവും. അപ്പം നിങ്ങൾക്ക് ഒരിക്കലും എന്ത് വേണമെന്ന് വാശി പിടിക്കാൻ പറ്റില്ല, ഈ വണ്ടി മൊത്തം എത്ര ഓടുന്നു പറയാൻ പറ്റില്ല. ആ മണിക്കൂറിൽ നടന്ന സംഭവത്തിൽ എത്ര ദൂരം പോയി, അതിന് എത്ര സമയം എടുത്തു, അതിൻ്റെ മൈലേജ് എത്ര, മനസ്സിലായോ? ആ രീതിയിലാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. സോ Q is equal to MC delta T. മനസ്സിലായല്ലോ? ഫൈൻ, ഗ്രേറ്റ്. സോ MC delta T മനസ്സിലായല്ലോ. സോ വാട്ട് ഇസ് M? ഇവിടെ എത്ര? ഇവിടെ 3 ലിറ്റർ എന്നാണ് പറഞ്ഞത് അല്ലേ. സോ നമുക്കറിയാം 1 ലിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 കിലോഗ്രാം ആണ്. ദാറ്റ്സ് വൺ ഗുഡ് പ്രോപ്പർട്ടി ഓഫ് വാട്ടർ അല്ലേ. അപ്പോൾ 3 ലിറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാടാ? 3 ലിറ്റർ എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് നത്തിങ് ബട്ട് 3000 ഗ്രാം. ഓക്കെ ആണല്ലോ. ദിസ് ഇസ് 3000 ഗ്രാം പെർ മിനിറ്റ്. ഓക്കെ ആണല്ലോ. 3000 ഗ്രാം പെർ മിനിറ്റ് ഇൻറ്റു വാട്ട് ഇസ് സ്പെസിഫിക് ഹീറ്റ് 4.2 ജൂൾ ഗ്രാം സെൻറ്റിഗ്രേഡ് റൈസ് ടു -1. ഓക്കെ ആണല്ലോ. ഞാൻ എപ്പോഴും വാല്യൂ എഴുതുന്നതിനറിയാം, നിങ്ങൾക്ക് അതിൻ്റെ യൂണിറ്റ് മനസ്സൊന്നും പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇൻറ്റു വാട്ട് ഇസ് ദ ടെമ്പറേച്ചർ റൈസ്. എത്ര ടെമ്പറേച്ചറാണ് അവിടെ കൂടിയത്? ഇവിടെ കൂടിയ ടെമ്പറേച്ചർ ഇസ് 50 ഡിഗ്രി സെൽഷ്യസ്. സോ അത് നിങ്ങൾ കംപ്ലീറ്റ് മൾട്ടിപ്ലൈ ചെയ്യാൻ ദ വാല്യൂ യു വിൽ ബി ഗെറ്റിംഗ് ഇസ് 63 × 10⁴ ജൂൾ പെർ മിനിറ്റ്. 63 × 10⁴ ജൂൾ പെർ മിനിറ്റ്. സോ ടെൽ മീ വാട്ട് ഇസ് ഹാപ്പനിങ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താ അറിയാം, 3 ലിറ്റർ വെള്ളം 1 മിനിറ്റിലൂടെ പാസ് ചെയ്യാണ്. അതിന് 27 ഡിഗ്രിയിൽ നിന്ന് 77 ഡിഗ്രിയിലേക്ക് ആക്കണമെങ്കിൽ 1 മിനിറ്റിൽ നിനക്ക് വേണ്ട ചൂട് എത്രയാണ്, അല്ലെങ്കിൽ നിനക്ക് വേണ്ട ഊർജ്ജം അല്ലെങ്കിൽ ഹീറ്റ് എത്രയാണ്? ദാറ്റ് ഈസ് 63 × 10⁴ ജൂൾ. മനസ്സിലായോ? 1 മിനിറ്റിൽ 63 വേണം. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എത്രയാണ് അല്ലെങ്കിൽ വാട്ട് ഈസ് ദ റേറ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ റേറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10 ആപ്പിളിൻ്റെ വില വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളോട് ചോദിക്കുന്നത് 1 ആപ്പിളിൻ്റെയാണ്. അതേ പരിപാടി തന്നെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ടോട്ടൽ കൺസ്യൂം ചെയ്യുന്നത് എത്രയാണ്? ടോട്ടൽ കൺസ്യൂം ചെയ്യുന്നത് 63 × 10⁴ ജൂൾ പെർ മിനിറ്റ്. ശരിയാണല്ലോ. അതാണ് മൊത്തം വേണ്ടത്. ഓക്കെ ആണല്ലോ. അതുപോലെ തന്നെ ഇതിൻ്റെ ഹീറ്റ് ഓഫ് കമ്പസ്റ്റൺ, അതായത് ഇതിന് റിലീസ് ചെയ്യാൻ പറ്റിയ ഹീറ്റ്, അതായത് നമ്മുടെ ഗെയ്സറിന് റിലീസ് ചെയ്യാൻ പറ്റിയ ഹീറ്റ് എന്ന് പറയുന്നത് എത്രയാടാ? ഗെയ്സർ റിലീസ് ചെയ്യാൻ പറ്റിയത് 4 × 10⁴ ജൂൾ പെർ ഗ്രാം ആണ്. ശരിയാണല്ലോ. അതാണ് ഗെയ്സറിന് റിലീസ് ചെയ്യാൻ പറ്റിയ ഹീറ്റ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ഡിവൈഡ് ചെയ്തെങ്കിൽ എത്ര കിട്ടും? ടോട്ടൽ എത്ര ഹീറ്റ് കിട്ടും, എത്ര മിനിറ്റ്, 1 മിനിറ്റിൽ എത്ര ഹീറ്റ് എന്നുള്ളത് കിട്ടും. സോ ദാറ്റ് ഈസ് 15.75 ഗ്രാം പെർ മിനിറ്റ്. മനസ്സിലായോടാ? മനസ്സിലായോ? സോ ദിസ് ഇസ് വൺ ഈസി ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൽ നിങ്ങൾ ഇതൊക്കെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷേ കുട്ടികൾ തെറ്റിക്കുന്ന കാര്യം, അവരെപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ടോട്ടൽ ഡിസ്റ്റൻസിന് വേണ്ടി വാശി പിടിക്കും. അവർ ചോദിക്കും ഇതിന് ടോട്ടൽ എത്ര വേണമെന്ന്. ഓക്കെ, സോ ഇത് മനസ്സിലായോ എന്ന് ആദ്യം പറയാം. ഡിഡ് യു ഗെറ്റ് ദിസ് ക്വസ്റ്റ്യൻ? നിഹാൽ മുഹമ്മദ്, ഈ കുറച്ച് ടഫ് ക്വസ്റ്റ്യൻസ് കൂടെ ചെയ്യാമോ? Thermodynamics is a place where the questions are a lot more easier and still you won't solve. അതിൻ്റെ റീസൺ എന്താ അറിയോ? either you don't have the concepts, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുമ്പോൾ കാൽക്കുലേഷൻ മിസ്റ്റേക്ക് വരും. ഓക്കെ, അപ്പോൾ ഐ തിങ്ക് ദിസ് ക്വസ്റ്റ്യൻസ് ആർ ഓൾറെഡി ഇനഫ് ടു ക്രാക്ക് എൻ ഇറ്റ്. അപ്പോൾ ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുള്ള കാര്യമാണ്, സാർ ഫിസിക്സ് പഠിക്കുന്ന സമയത്ത് നമ്മൾ ഭയങ്കര ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വേണ്ടേ, എന്താ പറയുക, നല്ല ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യണ്ടേ? അങ്ങനെയൊന്നുമില്ല മക്കളെ. ഫിസിക്സ് എന്ന് പറഞ്ഞാൽ വാട്ട് മാറ്റേഴ്സ് ഇസ് എന്താണോ ചോദിക്കുന്നത് അത് പഠിക്കുക. അപ്പോൾ നമ്മൾ പറയില്ലേ, ഇറ്റ്സ് നോട്ട് ദി ഹാർഡ് വർക്ക് ദാറ്റ് കൗണ്ട്സ്, ഇറ്റ് ഈസ് ഓൾവേസ് ദി സ്മാർട്ട് വർക്ക്. അതായത് എക്സാമിന് ചോദിക്കുന്ന എന്തോ അത് പഠിക്കുക. റിസൾട്ട് വരുമ്പോൾ ആരും നിന്നോട് ചോദിക്കില്ല, നീ ലോസ് ഓഫ് മോഷനിൽ പുള്ളി പ്രോബ്ലം ചെയ്യാതെയാണല്ലോ നിനക്ക് കിട്ടിയത്, അല്ലാന്നുണ്ടെങ്കിൽ നിനക്ക് എന്താ പറയുക ജെ അഡ്വാൻസ്ഡ് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ലല്ലോ. അല്ല, നമ്മളിവിടെ വന്നിരിക്കുന്നത് ജെ അഡ്വാൻസ്ഡ് ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി അല്ല. നമുക്ക് നീറ്റിന് എന്താണോ ചോദിക്കുന്നത് അതാണ് നമ്മൾ സോൾവ് ചെയ്യേണ്ടത്. മനസ്സിലായോ? സോ ഇറ്റ്സ് ഓൾവേസ് എ സ്മാർട്ട് വർക്ക് വിച്ച് കൗണ്ട്സ് ആൻഡ് നോട്ട് ദി ഹാർഡ് വർക്ക്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻ, നീറ്റിന് വരുന്ന ക്വസ്റ്റ്യൻസ് ഇതേപോലെ ബ്രേക്ക് ചെയ്ത് വിത്ത് എക്സാമ്പിൾസ് വി വിൽ ട്രൈ ടു സോൾവ്. അതാണ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരുന്നത്. വി വിൽ സ്റ്റിൽ ഡു ദാറ്റ്. ഓക്കെ ആണല്ലോ. സോ ദാറ്റ് ഇസ് റിഗാർഡിംഗ് ദി ഗെയ്സർ. ഗ്രേറ്റ്. ലെറ്റ്സ് മൂവ് ഇൻ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? വാട്ട് എമൗണ്ട് ഓഫ് ഹീറ്റ്, ക്വസ്റ്റ്യൻ കാണുന്നില്ലെങ്കിൽ വലുതാക്കി തരാം. ഓക്കെ,
what amount of heat must be supplied to 2 into 10 raised to minus 2 kilogram. ഇതൊക്കെ ഇവർ ഭയങ്കര ഫാൻസി ഒക്കെ എഴുതിയാണ്. ഇതിനവർക്ക് മര്യാദയ്ക്ക് 20 ഗ്രാം എന്ന് എഴുതിയാൽ മതി, പക്ഷെ അവർ ചെയ്യൂല. പോട്ടെ. അപ്പോൾ എത്ര എമൗണ്ട് ഓഫ് ഹീറ്റ് കൊടുക്കണം? 20 ഗ്രാമിന് കൊടുക്കണം. ഓക്കെ ആണല്ലോ. ഓഫ് നൈട്രജൻ ടു റേസ് ഇറ്റ്സ് ടെമ്പറേച്ചർ ബൈ 45 ഡിഗ്രി സെൽഷ്യസ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന എന്താ പറഞ്ഞേ? ഇവിടെ ചോദിച്ചിരിക്കുന്ന എന്താ? നമ്മൾ എത്ര ഹീറ്റ് കൊടുത്താലാണ് നൈട്രോജൻ്റെ ടെമ്പറേച്ചർ, ഇപ്പം നൈട്രോജൻ ഇരിക്കുന്നത് റൂം ടെമ്പറേച്ചറിലാണ്. ഓക്കെ, റൂം ടെമ്പറേച്ചറിൽ ഇരിക്കുന്ന നൈട്രോജനെ 45 ഡിഗ്രിയിലേക്ക് നമുക്ക് കൂട്ടാൻ പറ്റുക എന്നുള്ളതാണ് ഇന്ന് ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. സോ വാട്ട് ഇസ് ദ മാസ് ഓഫ് ഗ്യാസ്? നമുക്ക് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. വാട്ട് ഇസ് മാസ് ഓഫ് ഗ്യാസ്? പറഞ്ഞേടാ. മാസ് ഓഫ് ഗ്യാസ് എത്രയാണ്? മാസ് ഓഫ് ഗ്യാസ് ഇവിടെ 20 ഗ്രാമാണ്. അതിൽ തർക്കമുണ്ടോ? അതിൽ തർക്കമില്ല അല്ലേ? ഇറ്റ്സ് ജസ്റ്റ് 20 ഗ്രാം. അതുപോലെ തന്നെ എത്രയാണ് നമുക്ക് കൂട്ടേണ്ടത്? ഇവിടെ കൂട്ടേണ്ടതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. ഫൈൻ. സോ വാട്ട് എമൗണ്ട് ഓഫ് ഹീറ്റ് വാസ് സപ്ലൈഡ് ടു ഓഫ് നൈട്രോജൻ അറ്റ് റൂം ടെമ്പറേച്ചർ ടു റേസ് ഇറ്റ്സ് ടെമ്പറേച്ചർ ബൈ 45 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ എത്ര കൂട്ടണം എന്ന് പറയുമ്പോൾ നിങ്ങളോട് റൂം ടെമ്പറേച്ചർ, ഇതിലും ഞാൻ പറയാം, ഇതിലും കുട്ടികൾ തെറ്റിക്കുന്ന ഒരു പോയിന്റ് ഞാൻ പറയാം. കുട്ടികൾ നമുക്കറിയാം റൂം ടെമ്പറേച്ചർ 27 ഡിഗ്രി സെൽഷ്യസ് അല്ലേ? 27 ആണെന്നുണ്ടെങ്കിൽ കുട്ടികൾ എന്ത് ചെയ്യുന്നറിയോ? ഇത് 45-ലേക്കല്ലേ ആക്കേണ്ടത്? ഇതങ്ങ് കുറച്ചിട്ട് ഇത് ഡെൽറ്റ ടി എടുക്കും. മക്കളെ അത് ചെയ്യരുത്, തെറ്റാണ്. ഇവിടെ ചോദിച്ചിട്ടുള്ളത് റൂം ടെമ്പറേച്ചറിൽ ഇരിക്കുന്ന നൈട്രജനെ 45 ഡിഗ്രി സെൽഷ്യസ് കൂട്ടണമെങ്കിൽ ഇവിടെ ഡെൽറ്റ ടി ആണ് 45 ഡിഗ്രി സെൽഷ്യസ്. മനസ്സിലായോ? ഇവിടെ നമ്മൾ ഫൈനൽ ടെമ്പറേച്ചർ അല്ല 45 ഡിഗ്രി സെൽഷ്യസ്, ഇവിടുത്തെ ഇത് ഡെൽറ്റ ടി ആണ് 45 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ടോട്ടൽ, അതായത് റൂം ടെമ്പറേച്ചറിന് 45 ഡിഗ്രി കൂട്ടാൻ എത്ര ഹീറ്റ്, അതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. സോ ഡെൽറ്റ ടി ഈസ് 45 ഡിഗ്രി സെൽഷ്യസ് ഇയർ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഹീറ്റാണ്. ഹീറ്റ് നമുക്കറിയാം ഡെൽറ്റ ക്യൂ ആണ്. അതെന്താ? അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട ക്വസ്റ്റ്യൻ. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് മോളിക്കുലർ മാസ് അറിയണം ഡെഫിനറ്റ്ലി അല്ലേ? നമുക്ക് മാസ് തന്നിട്ടുണ്ട്. സോ വിൽ ബി ബേസിക്കലി ഡീലിംഗ് വിത്ത് ദ നമ്പർ ഓഫ് മോൾസ്. സോ മോളിക്കുലർ മാസ് ഓഫ് നൈട്രജൻ എത്രടാ? N2 is 14 times 2 which is 28 അല്ലേ? നമുക്കറിയാം ഒരു നൈട്രജൻ്റെ 14 ആണ്. നൈട്രജൻ എക്സിസ്റ്റ് ആസ് എ ഡയറ്റോമിക് മോളിക്യൂൾ. അപ്പോൾ അത് N2 ആയിരിക്കും. ദാറ്റ് ഇസ് 28. കിട്ടിയോടാ? സോ ഇറ്റ് ഇസ് 28. അങ്ങനെയാകുമ്പോൾ വാട്ട് ഇസ് എ മോളിക്കുലർ മാസ്? ഇറ്റ് ഇസ് 28. ഓക്കെ. ഇനി നമുക്കറിയേണ്ടത് വാട്ട് ഇസ് എ നമ്പർ ഓഫ് മോൾസ്? എത്രയാണ് നമ്പർ ഓഫ് മോൾസ്? എന്ന് ഗിവൺ മാസ് ബൈ മോളാർ മാസ്, ഓൾഡ് ഏജ് ഫിസിക്കൽ കെമിസ്ട്രി ഇക്വേഷൻ. ശരിയാണല്ലോ. സോ ഗിവൺ മാസ് ഇസ് 20, മോളാർ മാസ് ഇസ് 28. സോ ഇറ്റ് അക്കൗണ്ട്സ് ഫോർ 0.714. ഓക്കെ ആണല്ലോ. ഞാൻ ഇവിടുന്ന് കാൽക്കുലേഷൻ ചെയ്യാത്ത, ഞാൻ എല്ലാ തവണയും പറയാറുള്ളതാണ്, കാൽക്കുലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും ബോറടിക്കും, എനിക്കും ബോറടിക്കും, ഞാൻ ചിലപ്പോൾ തെറ്റിക്കുകയും ചെയ്യും. ഓക്കെ. സോ നമ്പർ ഓഫ് മോൾസ് കിട്ടി അല്ലേ? 0.714. ഇനി നമുക്കറിയേണ്ടത് നൈട്രജൻ ഒരു ഡയറ്റോമിക് മോളിക്യൂളാണ്. അതിൽ സംശയമൊന്നുമില്ല. സോ ടെൽ മീ വാട്ട് ഈസ് ദ CP ഓഫ് എ ഡയറ്റോമിക് മോളിക്യൂൾ? കൈനറ്റിക് തിയറി പഠിച്ചവരാണ്, നിങ്ങൾ മറന്നിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നുണ്ട്. CP എന്ന് പറയുന്നത് 7/2 R ആണ് കേട്ടോ. ഇനി അതറിയാത്ത കുട്ടികളുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഇതൊന്ന് പഠിക്കുക. ഓക്കെ ആണല്ലോ. CP ഓഫ് എ ഡയറ്റോമിക് മോളിക്യൂൾ ഇസ് 7/2 R. അതതിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം എല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ എടുക്കുന്ന ഫോർമുലയാണ്. സോ ഇതെല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ കൈനറ്റിക് തിയറി വായിക്കുമ്പോൾ യു വിൽ ഗെറ്റ് ദിസ് തിങ്. ഓക്കെ. അപ്പോൾ CP is equal to 7/2 R. ഇതോടെ എല്ലാം കൂടെ പറയാനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. സോ CP is equal to 7/2 R. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് ദിസ്? 7/2 ഇൻറ്റു ജെൻ്റെ വാല്യൂ എത്രയാണ്? ജെൻ്റെ വാല്യൂ ഇസ് 8.3 ജൂൾ മോൾ പെർ Kelvin. Okay ആണല്ലോ. സോ ദിസ് ഇസ് 7/2 ഇൻറ്റു 8.3 ഇൻറ്റു ജൂൾ മോൾ പെർ കെൽവിൻ. അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് ദി ദിസ് വൺ ഹീറ്റ്? സോ നമുക്കറിയാം ഇത് നടക്കുന്നത് എന്തിലാണ്? ദിസ് ഇസ് ഓൾ ഹാപ്പനിങ് അറ്റ് എ കോൺസ്റ്റൻറ്റ് പ്രഷർ അല്ലേ? സോ കോൺസ്റ്റൻറ്റ് പ്രഷറിലാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതായത് C അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ, അത് തന്നെയാണ് കണ്ടുപിടിക്കുന്നത്. സോ ദിസ് ഇസ് N CP delta T. ഓക്കെ ആണല്ലോ. സോ ദിസ് ഇസ് N CP delta T. ഇവിടെ N എത്രയാണ്? നമ്മൾ കണ്ടുപിടിച്ചല്ലോ. N is 0.714. ഓക്കെ ആണല്ലോ. N is 0.714. അതുപോലെ തന്നെ വാട്ട് ഇസ് CP? CP is 7/2 ഇൻറ്റു 8.3. ആൻഡ് വാട്ട് ഇസ് delta T? delta T is 45. കിട്ടിയോടാ? ആൻഡ് ദ ആൻസർ കംസ് അറൗണ്ട് 933.4 joules. ഓക്കെ ആണല്ലോ. 933.4 joules എന്ന് പറയുമ്പോൾ you can manage to come around 934 joule. ഓക്കെ ആണല്ലോ. അത് 933 ഉണ്ടെങ്കിൽ ദാറ്റ് വുഡ് ബി ദ പെർഫെക്റ്റ് ആൻസർ. കാരണം ഇവിടെ 0.4 ആണ് വന്നത്. പക്ഷേ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് തൊട്ടടുത്തത് 934 ആണ്. ഓക്കെ ആണല്ലോ. ഫൈൻ. സർ എങ്ങനെ മനസ്സിലാക്കും ഒരു ക്വസ്റ്റനിൽ ഫൈനൽ ടി ആണോ ഡിഫറൻസ് ഇൻ ടി ആണോ തന്നേക്കുന്നതെന്ന്? നല്ല ക്വസ്റ്റ്യനാടാ. പറഞ്ഞ ഐ വിൽ ടെൽ യു ദിസ്. ശ്രദ്ധിച്ച്, ഇവിടെ
ഇവിടെ തന്നിട്ടുണ്ട് ശ്രദ്ധിച്ചേ. ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്താ തന്നിട്ടില്ലേ, വാട്ട് എമൗണ്ട് ഓഫ് ഹീറ്റ് മസ്റ്റ് ബി സപ്ലൈഡ് ടു റേസ് ഇറ്റ്സ് ടെമ്പറേച്ചർ ബൈ 45 ഡിഗ്രി സെൽഷ്യസ്. അതായത് ഈ ക്വസ്റ്റ്യൻ നോക്കാം, ബൈ എപ്പോഴും ആലോചിച്ചിരിക്കുക, ബൈ എന്നാണ് വന്നിരിക്കുന്നതെങ്കിൽ ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ. എപ്പോഴും ആലോചിക്കുക കേട്ടോ, ബൈ ആണ് തന്നിരിക്കുന്നതെങ്കിൽ ഡിഫറൻസ് ആണ്. അല്ല ഇത് തന്നിരിക്കുന്നത് എന്താ, ഇപ്പോൾ ഇഫ് ഇറ്റ്സ് എന്താണ് വാട്ട് എമൗണ്ട് ഓഫ് ഹീറ്റ് മസ്റ്റ് ബി സപ്ലൈഡ് ടു റേസ് ഇറ്റ്സ് ടെമ്പറേച്ചർ ടു 45 ഡിഗ്രി. ഇതിപ്പം 2 ആണ് തന്നിരുന്നെങ്കിൽ എന്താ 45 ഡിഗ്രി സെൽഷ്യസിലേക്ക് ആക്കണം. അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോൾ ഈ കാര്യം സംഭവിക്കും, എന്ത് 27 നിന്ന് 45 ആവണം. അപ്പോൾ നീ എന്തിനും ആ ഡിഫറൻസ് എടുക്കണം. സോ 2 എന്നാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളതെങ്കിൽ, അതായത് ഹീറ്റ് മസ്റ്റ് ബി ഇൻക്രീസ്ഡ് ടു 45 ആണെങ്കിൽ യു ഹാവ് ടു ടേക്ക് ദി ഫൈനൽ ടെമ്പറേച്ചർ. ഓക്കെ ആണല്ലോ, ഫൈനൽ ടെമ്പറേച്ചർ എടുക്കുക, ഇനീഷ്യൽ ടെമ്പറേച്ചർ എടുക്കുക, എന്നിട്ട് അതിൻ്റെ ഇത് എടുക്കുക. ഓക്കെ ആണല്ലോ. സോ ബൈ ആണ് തന്നിട്ടില്ലെങ്കിൽ എന്താണോ നിങ്ങൾക്ക് തന്നിട്ടുള്ളത്, സപ്പോസ് ഇറ്റ്സ് ബൈ 45 ആണെങ്കിൽ ആ ബൈ അങ്ങ് എടുക്കുക. സോ ദിസ് വിൽ ബി ലൈക്ക് യു ഹാവ് ടു ടേക്ക് ദി ടെമ്പറേച്ചർ ഗിവൺ. ഇതിലാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, 2 ആണെങ്കിൽ യു ഹാവ് ടു ഫൈൻഡ് ഡിഫറൻസ്. എഴുതിയപ്പോൾ മാറിപ്പോയതാണ്, പറഞ്ഞപ്പോൾ ശരിയായിരുന്നു. ഫൈൻഡ് ഡിഫറൻസ്. ഓക്കെ ആണല്ലോ, ഫൈൻ. സ്ക്രീൻഷോട്ട് എടുക്കാൻ, ഓക്കെ, ഇങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാമോ? ഓക്കെ ഫൈൻ. സോ നീറ്റ് എന്നാണ് ആ കുട്ടി ചോദിച്ചത്. സോ നീറ്റ് മനസ്സിലായോടാ എങ്ങനെയാണ് ഇത് വന്നതെന്നുള്ളത്, എപ്പോഴാണ് ബൈ യൂസ് ചെയ്യേണ്ടത്, എപ്പോഴാണ് 2 യൂസ് ചെയ്യേണ്ടത്, ഇത് രണ്ടും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഈസ് ദർ സം ഇഷ്യൂ? നിങ്ങൾക്ക് മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായോ? മനസ്സിലായെങ്കിൽ ഒരു തംസ് അപ്പ് ഇടാം കേട്ടോ. വളരെ കുറച്ച് ക്വസ്റ്റ്യൻസേ ഉള്ളൂ. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പക്കയായിട്ട് പറഞ്ഞത് എനിക്ക് നിർബന്ധമാണ്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, മനസ്സിലായെങ്കിൽ ജസ്റ്റ് യെസ് സർ ഐ അണ്ടർസ്റ്റുഡ്. ഓക്കെ ഫൈൻ. സോ നീറ്റ് സേസ് താങ്ക് യു, ദാറ്റ് മീൻസ് എ ലോട്ട്. വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ ആർക്കെങ്കിലും? ഓക്കെ, ഡോക്ടർ ഇത് കൺഫ്യൂഷൻ ആയിരുന്നു, ഇപ്പോൾ ഓക്കെ ആയിരുന്നു. യെസ് ദാറ്റ്സ് ഗ്രേറ്റ്. ഓക്കെ, let's go to the next question. Next question is something which ഇതൊരു pure theory question ആണ്, but I want you guys to understand what the proper concept is. Okay, പറഞ്ഞോളൂ. Explain why. എന്താണ്? 2 bodies at different temperature T1 and T2 brought in thermal contact do not necessarily settle to the mean temperature T1 plus T2 by 2. Okay, what is happening here? ശ്രദ്ധിച്ചേ, നിങ്ങൾ 2 ബോഡീസ് കൊണ്ടുവരികയാണ്. This is body number 1, let's call him T1. This is body number 2, let's have them T2. അപ്പോൾ നിങ്ങൾ എന്താ വിചാരിക്കുന്നത്, ഇവർ രണ്ടുപേരും ഒരുമിച്ച് കൊണ്ടുവരികയാണ്. ഇവരെ രണ്ടുപേരെ ഞാൻ ചേർത്ത് വെക്കുകയാണ്. സോ T1 ആൻഡ് T2 ആർ നൗ ഇൻ കോൺടാക്ട്. മനസ്സിലായോ? T1 ആൻഡ് T2 ഇപ്പോൾ എന്തിലാണ്? കോൺടാക്റ്റിലാണ്. അപ്പം നമ്മൾ വിചാരിക്കുന്നത് എന്താണ്? വാട്ട് വി വിൽ എക്സ്പെക്ട് ദ ഫൈനൽ ടെമ്പറേച്ചർ വിൽ ബി ദി ആവറേജ് ഓഫ് ദ 2 അല്ലേ? ഇപ്പോൾ ഒന്ന് 30, ഒന്ന് 20, ഒന്ന് 30 അങ്ങനെയുള്ള 2 ഒബ്ജക്റ്റ് കൂട്ടി വെച്ചാൽ എന്ത് പറ്റും? 50/2 25 ആയിരിക്കും ഇവരെ ഫൈനൽ ടെമ്പറേച്ചർ വരിക. ശരിയാണല്ലോ. അപ്പോൾ ഇവർ പറഞ്ഞിരിക്കുന്ന കാര്യം, 2 bodies at different temperature if brought in thermal contact do not necessarily settle in the mean temperature. അവർ പറയുന്നത് നിങ്ങളിങ്ങനെ കൂട്ടി വയ്ക്കാമെന്ന് വിചാരിക്കുക, ഇതെപ്പോഴും T1 plus T2 by 2 ആയിരിക്കില്ലെങ്കിൽ കാരണം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ഈ ഡെഫിനിഷൻസ് ഒക്കെ പഠിക്കുമ്പോൾ നിങ്ങൾ പോലും അറിയാണ്ട് നിങ്ങളെ ചതിക്കാൻ വേണ്ടി ഇതിൻ്റെ കൂടെ 1-2 വാലുകളുണ്ട്. ഈ വാലുകൾ മറന്നു പോകുന്നതിലാണ് തെർമോഡൈനാമിക്സും ഫിസിക്കൽ കെമിസ്ട്രിയൊക്കെ നിരന്തരമായി കുട്ടികളെ തെറ്റിക്കുന്നത്. ഇതിൻ്റെ പ്രശ്നം എന്താ അറിയോടാ, ഈ കണ്ടീഷൻ അപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ ദർ ഇസ് വൺ ബിഗ് തിങ്. എന്താ അറിയോ? ഇവരുടെ 2 പേരുടെയും തെർമൽ കപ്പാസിറ്റി, വാട്ട് ഇസ് ഇറ്റ്? തെർമൽ കപ്പാസിറ്റി ഷുഡ് ബി ഈക്വൽ. മനസ്സിലായോ? ഞാൻ പറഞ്ഞുതരാം. ഇൻ വെരി ഗ്രോസ് ഐ വിൽ ടെൽ യു വാട്ട് ഇസ് ഹാപ്പനിങ്. ശ്രദ്ധിച്ചേ, നിങ്ങൾക്ക് അറിയാം, ഇപ്പോൾ എൻ്റെ 2 ഒബ്ജക്റ്റ് ഉണ്ട് അല്ലേ? സപ്പോസ് ഐ ഗോട്ട് 2 പെൻസ് ഓവർ ഹിയർ. അപ്പോൾ ഈ പെന്നിന് 30ഉം ഈ പെന്നിന് 40ഉം ആണെങ്കിൽ ഇത് കൂട്ടി വയ്ക്കുമ്പോൾ ഇവർക്ക് ഈക്വലായി ടെമ്പറേച്ചർ വരണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ മീൻ ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ എന്താ? സപ്പോസ് ഇതിന്ന് 1 ഡിഗ്രി സെൽഷ്യസ് കുറയാൻ വേണ്ടി നിനക്ക് 10 ജൂൾ ഹീറ്റ് വേണം. പക്ഷേ ആ അതേ 10 ജൂൾ ഹീറ്റ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവൻ്റെ 1 ഡിഗ്രി കൂടണം. എങ്കിൽ മാത്രമേ ഇവൻ ലൂസ് ചെയ്യുന്നത് എന്ത് ചെയ്യുള്ളൂ, ഇവന് കിട്ടുള്ളൂ. അതിനെയാണ് നമ്മളൊരു മീൻ അല്ലെങ്കിൽ ഒരു ആവറേജിങ് എന്ന് പറയുന്നത്. സപ്പോസ് ഇത് ഡയമണ്ട് കൊണ്ടുണ്ടാക്കി, അല്ലെങ്കിൽ ഇത് സാധാ പ്ലാസ്റ്റിക്, ഇതുണ്ടാക്കിയിരിക്കുന്നത് സ്റ്റീൽ കൊണ്ടാണ്. നമുക്കറിയാം പ്ലാസ്റ്റിക്കിൻ്റെ എന്താണ് തെർമൽ കപ്പാസിറ്റി കുറച്ചുകൂടെ കൂടുതലാണ്. കാരണം നമുക്ക് കുറച്ചുകൂടെ അധികം ഹീറ്റ് കൊടുത്താലേ ഇതിൻ്റെ ടെമ്പറേച്ചർ കൂടുകയുള്ളൂ. അപ്പോൾ അതിനർത്ഥം എന്താ? നീ ഇതിനെ കൂടുതൽ ചൂടാക്കണം. എന്ത് കൂട്ടാൻ? ഇതിൻ്റെ ടെമ്പറേച്ചർ കൂട്ടാൻ. ഇതിൽ കുറച്ച് ചൂടാക്കിയാൽ മതി. അപ്പോൾ അതാണ് ഞാൻ എപ്പോഴും പറയുന്നത്, എന്ത്, their
തെർമൽ കപ്പാസിറ്റീസ് ഷുഡ് ബി ഈക്വൽ. ഇവർക്ക് ഒരേ തെർമൽ കപ്പാസിറ്റി ആവണം, എങ്കിൽ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ, ഇവരുടെ ടെമ്പറേച്ചർ ഈക്വൽ ആവുള്ളൂ. കിട്ടിയോടാ? ഫൈൻ. സോ ദിസ് ഈസ് ദ തിങ്. ഇനി ഇതാർക്കെങ്കിലും എഴുതാനോ എക്സാമിനൊക്കെ റീപ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ യു ക്യാൻ ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ്. ഇതിൽ നിങ്ങൾ ആകെ എഴുതേണ്ട സാധനം എന്താ? thermal capacities of the two bodies should be equal or are equal. മനസ്സിലായോടാ? thermal bodies are equal. കത്തിയോ? Okay. അടുത്ത question. The coolant in a chemical or nuclear plant, that is a liquid used to prevent the different parts of a plant getting too hot, should have high specific heat. ഭയങ്കര റീസണബിൾ ആയിട്ട് ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ആൻസർ ചെയ്യാം. എന്താ പറഞ്ഞിരിക്കുന്നത്? നമുക്കറിയാം, ഈ ന്യൂക്ലിയർ പവർ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ അറിയാം എന്താ ചെയ്യുന്നത്. നമ്മൾ കുറച്ച് ഓരോ സാധനങ്ങൾ ഓരോ ചേമ്പേഴ്സിൽ ഇങ്ങനെ കത്തുന്നുണ്ടാവും. ഓക്കെ, ഓരോ ചേമ്പേഴ്സിൽ കത്തുന്നുണ്ടാവും. ഇതിങ്ങനെ കത്തുമ്പോൾ എന്ത് പറ്റും? ഇഷ്ടം പോലെ ഹീറ്റ് ജനറേറ്റ് ആവും. ഓക്കെ, ഇഷ്ടം പോലെ ഹീറ്റ് ജനറേറ്റ് ആവും. അപ്പോൾ ഈ ഹീറ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഇതെല്ലാം കൂടെ എന്ത് ചെയ്യും? ഒരു ചേമ്പറിലേക്ക് കണക്ട് ചെയ്യും. ഓക്കെ, അവിടെ ഒരു സബ്സ്റ്റൻസ് ഉണ്ടാവും, അതിന് ഹൈ സ്പെസിഫിക് ഹീറ്റ് ആയിരിക്കും. എന്തിനാണ് ഹൈ സ്പെസിഫിക് ഹീറ്റ്? നിങ്ങൾ മനസ്സിലാക്കുക, ഒരു ഒബ്ജക്റ്റിൻ്റെ സ്പെസിഫിക് ഹീറ്റ് അല്ലെങ്കിൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കൂടുതലാണെങ്കിൽ അതിനെ 1 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറിൽ നിന്ന് ഉയർത്താൻ വേണ്ടി നീ കൊടുക്കേണ്ട ഹീറ്റ് അഥവാ എനർജി കൂടുതലാണ്. ഇപ്പോൾ ക്വസ്റ്റ്യൻ ക്ലിയർ ആയി. ശ്രദ്ധിച്ചേ, ഇവിടെ ഇപ്പോൾ നീ ഒരു ലോ സ്പെസിഫിക് ഹീറ്റ് ആണെങ്കിൽ എന്ത് പറ്റും? നീ ആ ചെറിയ ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ ഇവിടെ നിന്ന് ഉണ്ടാകുന്ന ആദ്യത്തെ സബ്സ്റ്റൻസ് കത്തുമ്പോൾ തന്നെ ഉണ്ടാകുന്ന ചൂടുകൊണ്ട് എന്ത് പറ്റും? ഈ ഒബ്ജക്റ്റ് പെട്ടെന്ന് അങ്ങ് ചൂടായിട്ട് ഇത് ചൂടായി എന്ത് പറ്റും? മേ ബി ഇറ്റ് വിൽ അണ്ടർഗോ ഇവാപ്പറേഷൻ അല്ലെങ്കിൽ സബ്ലിമേഷൻ അല്ലെങ്കിൽ അതെന്ത് പറ്റും? ആ ഒരു സബ്സ്റ്റൻസേ അല്ലാണ്ടായി പോകും. നമുക്കറിയാം അല്ലെ, വെള്ളം ചൂടാക്കിയ സ്റ്റീം ആവുമെന്ന് പറഞ്ഞ പോലെ ആ ഒരു സബ്സ്റ്റൻസ് ഡീഗ്രേഡ് ആയി പോവാം. അപ്പോൾ ആ 2 കാര്യങ്ങളാണ് ഇതിനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ കാര്യം, ഹൈ സ്പെസിഫിക് ഹീറ്റ് ഉണ്ടെങ്കിൽ എന്താവും? എത്ര ഒബ്ജക്റ്റ് കത്തിച്ചാലും ഈ ഒബ്ജക്റ്റിന് ആ ഹീറ്റൊക്കെ താങ്ങാൻ പറ്റും. കാരണം ഹൈ സ്പെസിഫിക് ആയതുകൊണ്ട് ഇതിൻ്റെ ടെമ്പറേച്ചർ റൈസ് ചെയ്യാൻ പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. ആൻഡ് വാട്ട് ഈസ് ദ സെക്കൻഡ് എക്സ്പ്ലനേഷൻ ഫോർ ദിസ്? രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ ഒബ്ജക്റ്റ് ഡിഫോംഡ് ആവാണ്ട് പറ്റും. അതായത് ഇതിന് അതിൻ്റെ പ്യുവർ നേച്ചറിൽ തന്നെ നിൽക്കാൻ പറ്റും. മനസ്സിലായല്ലോ? സോ ദാറ്റ് ഈസ് വൺ തിങ്. ഓക്കെ, ഗ്രേറ്റ്. സോ ഞാൻ പറഞ്ഞല്ലോ, ദിസ് ഇസ് ലൈക്ക് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻസ് നിന്ന് മാറി. ദിസ് വാസ് സംതിങ് വിച്ച് ഐ യൂസ് ടു ടീച്ച് വെൻ ഐ ആക്ച്വലി ടീച്ച് ദ സെഷൻ. അത് നമ്മളിപ്പോൾ ഒരു തെർമോഡൈനാമിക്സ് പഠിപ്പിക്കുമ്പോൾ നമ്മൾ ബേസിക്കലി പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ്. പക്ഷേ നിങ്ങൾക്ക് ഇത് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. സോ ദിസ് ഇസ് ഓൾ അബൌട്ട് കലാഷ്നിക്കോവ് ഈസ് അബൌട്ട് NCERT, ബട്ട് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദി കൺസെപ്റ്റ്സ് ഓൾസോ. മനസ്സിലായടാ? അപ്പോൾ ഓരോ ക്വസ്റ്റിനും ഇതിൻ്റെ കൺസെപ്റ്റ് ക്ലിയർ ആയോ? വൈ ദർ ഇസ് ഹൈ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. മനസ്സിലായോടാ? ഓക്കെ ആണല്ലോ? ഗ്രേറ്റ്. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാൻ ഞാൻ പറഞ്ഞു, വളരെ കുറച്ച് ക്വസ്റ്റ്യൻസേ ഉള്ളൂ. സോ വി ക്യാൻ ടേക്ക് യോർ ടൈം. ഇന്ന് നിങ്ങളുടെ സമയമാണ് എപ്പോൾ തീരുന്നു എന്നുള്ളത്. ഓക്കെ ആണല്ലോ? ഫൈൻ. ഇനി എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? ദിസ് ഇസ് സോ ഇൻട്രസ്റ്റിംഗ്. ഇത് ഞാൻ എപ്പോൾ ക്ലാസ് പറഞ്ഞാലും കുട്ടികൾ പറയും, സാർ ഇത് തെറ്റാണ്. എയർ പ്രഷർ ഇൻ എ കാർ ഇൻക്രീസസ് ഡ്യൂറിങ് ഡ്രൈവിംഗ്. നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ടയർ പ്രഷർ എങ്ങനെയാണ് വണ്ടി ഓടിക്കുമ്പോൾ കൂടുന്നത്? എല്ലാവരും പറയുന്നത്, അല്ലെങ്കിൽ എവ്രി വൺ, ഈവൻ ഞാൻ +1 പഠിക്കുമ്പോഴടക്കം വാട്ട് ഐ എക്സ്പെക്റ്റഡ് വാസ് എ ഡിക്രീസ്. കാരണം വണ്ടി ഓടുകയാണ് അല്ലേ, വണ്ടി ഇങ്ങനെ ഓടുന്ന സമയത്ത് എന്ത് പറ്റും? വണ്ടി ഓടുന്ന സമയത്ത് നമ്മുടെയൊക്കെ വെയിറ്റ് വരികയാണ്. അപ്പോൾ ഇത് കറങ്ങുന്ന സമയത്ത് അതിനടുത്ത പ്രഷർ കൂടി ഒബ്വിയസ്ലി ദ എയർ വുഡ് ഡെഫിനറ്റ്ലി ലീക്ക് ഔട്ട്. അതുതന്നെയാണ് സംഭവിക്കുന്നത്. നമുക്കറിയാം, കാറ്റടിച്ച് കഴിഞ്ഞ് ഒരു മാസം അല്ലെങ്കിൽ മേ ബി ഒരു 2-3 ആഴ്ച കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അതിലെ കാറ്റ് കുറഞ്ഞിട്ടുണ്ടാവും, നമ്മൾ കാറ്റ് വീണ്ടും അടിക്കും. അത് സൈക്കിൾ ഓടിക്കുന്നവർക്ക് ടിപ്പിക്കലായിട്ട് അറിയാം. പക്ഷേ അങ്ങനെയൊക്കെ ഇരിക്കെ എങ്ങനെയാണ് ഈ സ്റ്റേറ്റ്മെൻറ്റിന് ഇവിടെ ഒരു പ്രാധാന്യം വരുന്നത്? ഓക്കെ, മനസ്സിലാക്കാം. നമ്മൾ ഒരു വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഡെഫിനറ്റ്ലി 2 ഫോഴ്സാണ് ഇവരിൽ ആക്ട് ചെയ്യുന്നത് അല്ലേ. അതിൽ ഒരു ഫോഴ്സിനെ കുറിച്ച് ഞാൻ റൊട്ടേഷൻ എടുത്തപ്പോൾ പറഞ്ഞാണ്, ദാറ്റ് വാസ് യുവർ ഫ്രിക്ഷണൽ ഫോഴ്സ് അല്ലേടാ. യു ഹാവ് എ ഫ്രിക്ഷണൽ ഫോഴ്സ്. ദാറ്റ് വാസ് എ ഫ്രിക്ഷണൽ ഫോഴ്സ്. രണ്ടാമത്തെ ഫോഴ്സാണ് എയർ റെസിസ്റ്റൻസ്. മനസ്സിലാക്കുക, ഈ ഫ്രിക്ഷണൽ ഫോഴ്സും എയർ റെസിസ്റ്റൻസും ആക്ട് ചെയ്യുന്ന എന്താണ്? ഇവർ രണ്ടുപേരും ഈ ടയറിൻ്റെ സർഫസിൽ എന്ത് ചെയ്യും? ആക്ട് ചെയ്യും. എപ്പോൾ? ഇത് റോഡിൻ്റെ ആയിട്ട് കോണ്ടാക്ട് വരുമ്പോൾ. അപ്പോൾ ഇതിങ്ങനെ നീങ്ങുമ്പോൾ എന്ത് പറ്റും? ദർ ഇസ് എ സർഫസ് അല്ലേ. ഇതിങ്ങനെ ഒരുമിച്ച് തട്ടുമ്പോൾ എന്ത് പറ്റും? ദർ വിൽ ബി ഹീറ്റ് ജനറേഷൻ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് എന്ത് പറ്റി? ഹീറ്റ് ഉണ്ടായി. അങ്ങനെ ഉണ്ടാകുന്ന ഹീറ്റ് എന്ത് പറ്റും? ടയറിൻ്റെ ആ ഒരു മെറ്റീരിയൽസ് വഴി ഇറ്റ് വിൽ ഗോ ഇൻസൈഡ് വാട്ട്? ഇറ്റ് വിൽ ഗോ ഇൻസൈഡ് ദി എയർ കോളം വിച്ച് ഇസ് ലൈയിങ്, അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക, ടയറിനകത്തുള്ള എയർ കോളം ഉണ്ടല്ലോടാ, ഈ എയർ കോളം എന്ത് ചെയ്യും? ഹീറ്റഡ് അപ്പ് ആവും.
അങ്ങനെ എയർ കോളം ഹീറ്റപ്പ് ആകുമ്പോൾ എന്ത് പറ്റും, അതിനകത്തുള്ളത് ഗ്യാസ് ആണ്. എയർ സിംപ്ലി എ ഗ്യാസ്, അല്ലെങ്കിൽ ഇറ്റ്സ് എ നൈട്രജൻ ഗ്യാസ് കൂടും. അപ്പോൾ നമുക്കറിയാം ഏതൊരു ഗ്യാസും നമ്മൾ ചൂടാക്കി എന്ത് പറ്റും, ഇറ്റ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്ത് പറ്റും, അതിൻ്റെ പ്രഷറും കൂടും. സോ പ്രഷർ കൂടുമ്പോൾ എന്ത് പറ്റും, ദാറ്റ്സ് വാട്ട് ഈസ് ഹാപ്പനിങ് അല്ലേ, പ്രഷർ കൂടി. അപ്പം പറഞ്ഞു വരുന്നത് എന്താ, സിമ്പിളാണ്. നീ വണ്ടി നീങ്ങുമ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യാണ്, എയർ റെസിസ്റ്റൻസ് ആക്ട് ചെയ്യാണ്. അപ്പോൾ അത് കാരണം എന്താണ്, രണ്ട് ഫോഴ്സസ് ആക്ട് ചെയ്യുമ്പോൾ ദർ വിൽ ബി വാട്ട്, ഹീറ്റ് ജനറേഷൻ. ആ ഉണ്ടാകുന്ന ഹീറ്റ് എങ്ങോട്ട് കണ്ടക്ട് ചെയ്യും, ടയറിൻ്റെ ഔട്ട്സൈഡ് മെറ്റീരിയൽ വഴി നേരെ ഉള്ളിലേക്ക് എയർ കോളത്തിലേക്ക് എത്തും. അങ്ങനെ എയർ കോളത്തിലെത്തുന്ന എന്ത് പറ്റും, ഇറ്റ് വിൽ ഹീറ്റ് ദി ഗ്യാസ്, ദ പ്രഷർ ഇൻക്രീസസ്. മനസ്സിലായോ? സോ ഇനി നിങ്ങൾ പറയണം, ഇനി ആരെങ്കിലും ചോദിച്ചാൽ പറയരുത് എന്താണ് ഇത് കൂടുതൽ മാത്രമാണ്, ഒരുപാട് പേര് ഇനിയും തെറ്റിക്കും. ഇനി ഒരിക്കലും തെറ്റിക്കരുത്. നിങ്ങൾ മനസ്സിലാക്കുക, വണ്ടി നീങ്ങുകയാണെങ്കിൽ എയർ പ്രഷർ കൂടും. ഓക്കെ, അപ്പോൾ ഡെഫിനറ്റ്ലി ദിസ് ക്വസ്റ്റ്യൻ ആക്സ്. അങ്ങനെയാണെങ്കിൽ സർ ഒറ്റ തവണ കാറ്റടിച്ചാൽ പോരെ, എന്തിനാണ് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടത്? ഇപ്പോൾ സാറിനെ പറഞ്ഞു എയർ പ്രഷർ കൂടുകയാണ്. സോ ദാറ്റ് മേക്സ് ക്ലിയർ. ഇനി ഞാൻ ഒരിക്കലും എൻ്റെ വണ്ടി കാറ്റടിക്കേണ്ട, കാറ്റ് കുറയല്ല. ഇനി സാറ് പറയൂ എന്തുകൊണ്ടാണ് കുറയുന്നത്, അതും ഞാൻ പറഞ്ഞുതരാം. സപ്പോസ് ഒരു ബാഗ്, ഈ ബാഗിലേക്ക് നീ ദിവസം 2 മിഠായി ഇടാണ്, 2 സ്വീറ്റ്സ് ഇടാണ്. പക്ഷേ അത് ഡെയിലി 5 സ്വീറ്റ്സ് അതിൽ നിന്ന് പോകുന്നുണ്ട്. ഓക്കെ, ഓവർ എ കോഴ്സ് ഓഫ് ടൈം വാട്ട് ഹാപ്പൻസ്, ഇതിനകത്ത് നമുക്ക് 2 വീഴുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് അതിൽ മിഠായിയാണോ കൂടുന്നുണ്ട്. പക്ഷേ എത്രയാണോ കൂടുന്നത് അതിനേക്കാൾ കൂടുതൽ എന്ത് ചെയ്യുന്നുണ്ട്, പുറത്തേക്ക് പോകുന്നുണ്ട്. സോ നെറ്റ് ഒരു കുറവാണ്. അതുതന്നെ ഇവിടെ സംഭവിക്കുന്നത്. ഇവിടെ ഈ ടയർ പ്രഷർ, അതായത് നമ്മൾ നീങ്ങുമ്പോൾ ഇതിൻ്റെ റൊട്ടേഷണൽ പ്രഷർ കാരണം ഈ ഒരു മെറ്റീരിയൽസ് ഫുൾ സ്റ്റിഫൻഡ് ആവുകയും അപ്പോൾ ഗ്യാസ് മോളിക്യൂൾസ് എസ്കേപ്പ് ആവും. അപ്പോൾ ഇപ്പോൾ ഒരു 10 മോളിക്യൂൾ എസ്കേപ്പ് ആവുകയാണെങ്കിൽ ഇവിടെ മോളിക്യൂൾസ് പുറത്തേക്ക് പോവാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഉള്ളിൽ നിന്ന് മോളിക്യൂൾസ് വരുന്നില്ല. അതായത് നമ്മൾ നീങ്ങുന്ന സമയത്ത് ഹീറ്റ് മാത്രമേ കിട്ടുന്നുള്ളൂ, അല്ലാണ്ട് പുതിയ ഗ്യാഷ്യസ് മോളിക്യൂളൊന്നും എന്ത് ചെയ്യുന്നില്ല, ഉള്ളിലേക്ക് വരുന്നില്ല. അതുകൊണ്ട് തന്നെ എന്താണ് പറയുന്നത്, ഈ പ്രഷർ പോകാനുള്ള കാരണം ഈ ഗ്യാഷ്യസ് മോളിക്യൂൾ പുറത്തേക്ക് എസ്കേപ്പ് ചെയ്യുന്നതുകൊണ്ടാണ്. ഓക്കെ, ഇങ്ങനെ മോളിക്യൂൾസ് നൈട്രജനും ഓക്സിജനും ഒക്കെ പുറത്തേക്ക് പോകും. പക്ഷേ ഉള്ളിലേക്ക് ആര് മാത്രമേ പോകുന്നുള്ളൂ, ഹീറ്റ് മാത്രമേ പോകുന്നുള്ളൂ. അതുകൊണ്ടാണ് എന്ത് പറ്റുന്നത്, എഫക്റ്റീവായിട്ട് എന്ത് പറയുന്നത്, ഇതിൻ്റെ ടെമ്പറേച്ചർ കൂടുന്നതും പ്രഷർ ഡിപ്പാവുന്നതും. ഓക്കെ ആണല്ലോ, ഓവർ എ പീരിയഡ് ഓഫ് ടൈം. മനസ്സിലായല്ലോ. അപ്പോൾ ഇത് ദാറ്റ്സ് ഇറ്റ്. ഇനി ദ ക്ലൈമറ്റ് ഓഫ് എ ഹാർബർ ടൗൺ ഈസ് മോർ ടെമ്പറേറ്റ് ദാൻ ദാറ്റ് ഓഫ് എ, ഓക്കെ ഇത് നിങ്ങൾക്ക് എഴുതേണ്ടവർക്ക് അത് രണ്ടാമത്തെ ഉത്തരമാണ് കേട്ടോ. ദിസ് ഇസ് ബിക്കോസ് ദ ഹീറ്റ് അബ്സോർബ് ബൈ ദ സബ്സ്റ്റൻസസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്പെസിഫിക് ഹീറ്റ് ഓഫ് ദി സബ്സ്റ്റൻസ്. ഓക്കെ ആണല്ലോ, അതാണ് രണ്ടാമത്തത് കഥം. മൂന്നാമത്തേതാണ് ഇത് നിങ്ങൾക്ക് വായിക്കാം. വെൻ ദ കാർ ഇസ് ഡ്രിവൺ സം വർക്ക് ഇസ് ബീങ് ഡൺ ഓൺ ദ ടയേഴ്സ്, ടൈപ്സ് അല്ല ടയേഴ്സാണ്, ഞാൻ തന്നെ ടൈപ്പ് ചെയ്താണ്, ടയേഴ്സ് ഇൻ ഓർഡർ ടു ഓവർകം ദി dissipative forces of friction and air resistance. ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ്. This work done is transformed into heat due to which temperature of the car types increases. മനസ്സിലായല്ലോ? Great. So tell me what is this one? The climate of a harbor town is more temperate than that of a town in desert at the same latitude. എന്താണ് പറഞ്ഞിട്ടുള്ളത്? എന്താണ് ഹാർബർ ടൗൺ? ഞാൻ ആദ്യം ചോദിക്കട്ടെ. ഹാർബർ ടൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴിക്കോട്, അതായത് കടൽ തീരങ്ങളുള്ള സ്ഥലം. അവർ പറയുന്നത് ഒരു മരുഭൂമി നിങ്ങൾ എടുക്കുകയാണെങ്കിൽ മരുഭൂമിയിൽ എത്ര ചൂടാണുള്ളത് അത്ര ചൂട് ഉണ്ടാവില്ല. അതേ സ്ഥലത്ത് നിന്ന് കുറച്ച് മാറി എവിടെയുള്ളത് നമ്മുടെ ഒരു എന്താണ് പറയുക, ഒരു കടലൊക്കെ അടുത്തുള്ള സ്ഥലം. സോ ആക്ച്വലി ഈ ക്വസ്റ്റ്യൻ ദിസ് ബിലോങ്സ് ടു thermal properties of matter. ഇത് എങ്ങനെയാണ് വന്നത് എനിക്ക് പോലും അറിയില്ല, ബട്ട് വിൽ ജസ്റ്റ് സേ ദി ആൻസർ. എന്താ പറ്റുന്ന അറിയോടെ ഇവിടെ ഹാർബർ ടൗണിൻ്റെ അടുത്തുള്ള പറ്റുന്നത് എന്താ വെച്ചാൽ ദർ വിൽ ബി എ ലോട്ട് ഓഫ് സീ ബ്രീസസ്. ഓക്കെ, നമുക്കറിയാം കടൽക്കാറ്റ് എന്ന് കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഈ കടൽക്കാറ്റ് നിരന്തരമായി അടിക്കുന്നതുകൊണ്ട് എന്ത് പറ്റുമെന്ന് അറിയോ? ഈ കടൽക്കാറ്റ് ഇങ്ങോട്ട് വരുന്ന സമയത്ത് കടൽക്കാറ്റ് തണുത്ത കാറ്റാണ്. ഓക്കെ, നമുക്കറിയാം ചൂടുകാറ്റിൻ്റെ ഡെൻസിറ്റി കുറവാണ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമുക്കൊരു സ്ഥലം, ഇപ്പോൾ ഒരു സ്ഥലത്ത് ഇവിടെ മൊത്തം ചൂടുകാറ്റാണ്, ചൂട് തന്നെ ചോപ്പോട് കാണിക്കാം. ഓക്കെ, ചൂടുകാറ്റാണ്. അവിടേക്ക് പെട്ടെന്ന് കുറേ തണുത്ത കാറ്റ് അടിക്കാമെന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് പറ്റും? തണുത്ത കാറ്റിൻ്റെ ഡെൻസിറ്റി കൂടുതലാണ്. അപ്പോൾ തണുത്ത കാറ്റ് താഴത്തെ സ്ഥലം ഒക്യുപ്പൈ ചെയ്ത് ചൂടുകാറ്റിനെ മുകളിലേക്ക് വിടും. ഓക്കെ, അപ്പോൾ എന്ത് പറ്റും? അവിടെ നടക്കുന്ന ആൾക്കാർക്കൊക്കെ താഴെ ഭയങ്കര തണുപ്പായിരിക്കും. പ്ലസ് എന്ത് പറ്റും? ഈ ഉണ്ടാകുന്ന ചൂടുകാറ്റ് ഇവിടെ നിൽക്കുമോ? ഇല്ല. നമുക്ക് റെഗുലറായിട്ട് ഇങ്ങനെ വിൻഡ് അടിക്കുന്നതുകൊണ്ട് എന്ത് പറ്റും? ഈ ചൂടുകാറ്റ് തിരിച്ച് എങ്ങോട്ട് പോകും? നമ്മുടെ കടലിലേക്ക് തന്നെ പോകും. ഓക്കെ, ദിസ് റിട്ടേൺസ് ടു ദി ഓഷ്യൻ. അങ്ങനെയാണ് എന്ത് പറ്റുന്നത്? നമ്മുടെ ഈ ഒരു ഹാർബർ ടൗണിലൊക്കെ ടെമ്പറേച്ചർ വളരെ കുറവായിട്ട് നമുക്ക് തോന്നുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് ഇറ്റ്. The climate of a harbour town is more temperate, neither not too hot nor too cold due to formation of sea breeze at daytime and land breeze at night time. മനസ്സിലായോടാ? So that is regarding it.
ഓക്കെ, ഇനി ഇതിനകത്ത് ആരൊക്കെയാണ് റിപ്പീറ്റേഴ്സ് ഉള്ളത്? റിപ്പീറ്റേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞുതരാം. ആരൊക്കെ അതിൽ റിപ്പീറ്റേഴ്സ് ഉള്ളത്? അതുപോലെ തന്നെ ആരൊക്കെയാണ് ഇപ്പോൾ +1 ചെയ്യുന്നത്? +1 ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നാണ് എക്സാം? ഇത്രയും കാര്യങ്ങളോട് നിങ്ങൾ പറയുക. വിൽ ജസ്റ്റ് ടോക്ക് സംതിങ് അബൌട്ട് യുവർ ക്ലാസ്സസ് ഓൾസോ അല്ലേ. കാരണം പഠിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ എങ്ങനെ പഠിക്കണം എന്നുകൂടെ പറഞ്ഞു തരേണ്ട. ഇറ്റ്സ് ഡെഫിനറ്റ്ലി അവർ ഡ്യൂട്ടി. സോ നിങ്ങൾക്ക് ഇതിലാരൊക്കെ റിപ്പീറ്റേഴ്സ് എന്ന് പറയും? അങ്ങനെ റിപ്പീറ്റേഴ്സ് ആയുള്ളവർ, ഹൗ ഇസ് യുവർ റിപ്പീറ്റ് ഗോയിങ്? നമ്മൾ വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ, 10, 20, 25 ആൾക്കാരേ ഉള്ളൂ ലൈവിൽ. സോ എന്തായാലും നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. സോ ഹൗ ഇസ് യുവർ ലൈഫ് ഗോയിങ്? ഐ നീഡ് ടു നോ. കാരണം എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ യു കൻ ഡെഫിനറ്റ്ലി ഓപ്പൺ അപ്പ്, വിൽ സി വാട്ട് ഹാവ് ടു ഡു അല്ലേ. ഓക്കെ, അത് പറയുക. ആ സമയം കൊണ്ട് വിൽ ഡു സം വൺ മോർ ക്വസ്റ്റൻ ഓൾസോ. ഓക്കെ ആണല്ലോ? ഓക്കെ, വാട്ട് ഈസ് ഇറ്റ്? ഈ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ട് ഐ വിൽ സേ. ഓക്കെ ആണല്ലോ? ഫൈൻ. എന്താണ് ക്വസ്റ്റ്യൻ? ശ്രദ്ധിച്ചേ. എ സിലിണ്ടർ വിത്ത് മൂവബിൾ പിസ്റ്റൺ. അപ്പോൾ ആദ്യം അത് വരയ്ക്കാം. ലെറ്റ്സ് ഡ്രോ എ സിലിണ്ടർ. റൈറ്റ്? ലെറ്റ്സ് ഡ്രോ എ സിലിണ്ടർ വിത്ത് മൂവബിൾ പിസ്റ്റൺ. വാട്ട് ഡു യു മീൻ ബൈ മൂവബിൾ പിസ്റ്റൺ? അത് നിനക്ക് മുകളിലേക്കും താഴേക്കും നീക്കാൻ പറ്റുന്ന ഒരു പിസ്റ്റൺ. അതിനാണ് നീ എന്ത് വിളിക്കുക? ഒരു മൂവബിൾ പിസ്റ്റൺ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ദിസ് ഇസ് എ മൂവബിൾ പിസ്റ്റൺ. ഇതിനെ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? മുകളിലേക്കും താഴേക്കും നീക്കാൻ പറ്റും. ഫൈൻ. ഇതിനകത്ത് 3 മോൾ ഹൈഡ്രജൻ ഉണ്ട്. ഓക്കെ, മൊത്തം 3 മോൾ ഹൈഡ്രജൻ ഉണ്ട്. 3 മോൾ ഹൈഡ്രജൻ ഉണ്ട്. ഇത് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷറാണ്. ലെറ്റ് ഇറ്റ് ബി. പറഞ്ഞിട്ടുണ്ട് ദ വാൾസ് ഓഫ് സിലിണ്ടർ ആർ മെയ്ഡ് ഓഫ് ഹീറ്റ് ഇൻസുലേറ്റർ. അതായത് ഇതിൻ്റെ വാൾ ഹീറ്റ് ഇൻസുലേറ്റർ ആണ്. മനസ്സിലായടാ? വാള് ഹീറ്റ് ഇൻസുലേറ്റഡ് ആണ്. അതായത് ഇതിനകത്തുള്ളത് പുറത്തേക്ക് പോവുകയല്ല, പുറത്തുള്ളത് അകത്തേക്ക് വരുമല്ല. മനസ്സിലാക്കുക. ഇങ്ങനെ ഒരു കാര്യം പറയുകയാണെങ്കിൽ അവർ ക്വസ്റ്റ്യനർ ജി, അതായത് ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ട ആളാരാണോ, ഹീ ഈസ് പോയിന്റിങ് ടു ആൻ അഡിയബാറ്റിക് പ്രോസസ്. മനസ്സിലായടാ? വേർ ദർ ഇസ് നോ ഹീറ്റ് എക്സ്ചേഞ്ച് between the system and the surrounding. So what is this? This is a typical example of adiabatic process. Okay ആണല്ലോ? മനസ്സിലായല്ലോ? ഗ്രേറ്റ്. സോ ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ഇനി ഇതിന് മുകളിൽ കുറച്ച് സാൻഡൊക്കെ ഉണ്ട്, കുറച്ച് മണലൊക്കെ വെതറിയുണ്ടായിക്കോട്ടെ, നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. എന്താ പറഞ്ഞിട്ടുള്ളത്? ബൈ വാട്ട് ഫാക്ടർ ഡസ് ദ പ്രഷർ ഓഫ് ദ ഗ്യാസ് ഇൻക്രീസ് ഇഫ് ദ ഗ്യാസ് ഈസ് കംപ്രസ് ടു ഹാഫ് ഓഫ് ഇറ്റ്സ് ഒറിജിനൽ വോളിയം? അതായത് നമ്മൾ ഇതിൻ്റെ വോളിയം, ഫൈനൽ വോളിയം ഇനീഷ്യൽ വോളിയത്തിൻ്റെ പകുതിയാണെങ്കിൽ P2 എത്ര ടൈംസ് P1 ആയിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ ആണല്ലോ? അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു ഇതൊരു അഡിയബാറ്റിക് പ്രോസസ്സാണ് അല്ലേ. സോ ദിസ് ഇസ് P1 V1 റേസ് ടു ഗാമ ഇസ് ഈക്വൽ ടു P2 V2 റേസ് ടു ഗാമ. ഓക്കെ ആണല്ലോ? P1 V1 റേസ് ടു ഗാമ ഇസ് ഈക്വൽ ടു P2 V2 റേസ് ടു ഗാമ. അപ്പോൾ ഇത് നമുക്ക് P2ൻ്റെ ഇക്വേഷൻ ഉണ്ടാക്കി എന്ത് പറ്റും? P1 ഇൻറ്റു V1 ബൈ V2 whole raised to gamma. P2 is equal to P1 into V1 by V2 whole raised to gamma. കിട്ടിയോടാ? ഗ്രേറ്റ്. ശ്രദ്ധിച്ചേ. ഇനി ഇവിടെ P1 എന്ന് പറയുന്നത് എത്രയാണ്? P1 എന്ന് പറയുന്നത് ഒരു അറ്റ്മോസ്ഫിയർ ആണ്. നമുക്ക് സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയർ അറിയാം, 1 അറ്റ്മോസ്ഫിയർ ആണ്. ഇൻറ്റു V1 ബൈ V2 എന്ന് പറയുന്നത് എത്രയാണ്? V2 എന്ന് പറയുന്നത് V1 ബൈ 2 ആണ്. ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അല്ലേ? റേസ് ടു ഗാമ വെട്ടിപ്പോയി. സോ ദിസ് ഇസ് 1 ATM ഇൻറ്റു 2 raised to gamma. So tell me what is gamma of hydrogen? എത്രയുടെ diatomic ആണ്? So it is 1.4. So this is 2 raised to 1.4. ഓക്കെ ആണല്ലോ? നിങ്ങൾക്ക് നിങ്ങളുടെ കാൽക്കുലേറ്റർ ഉണ്ടാവും, അത് യൂസ് ചെയ്യാം. ദ ആൻസർ വിൽ ബി 2.64 ATM. ദ ആൻസർ ഇസ് 2.64 ATM. ഓക്കെ ആണല്ലോ? ഗ്രേറ്റ്. മനസ്സിലായോടാ? 2.64 ATM. സിമ്പിൾ ക്വസ്റ്റൻ ആണ് കേട്ടോ. അതൊക്കെ എളുപ്പമുള്ള ക്വസ്റ്റൻ ആണ്. ഇതൊക്കെ പ്രീവിയസ്. അതാണ് ഏറ്റവും രസം. ഈ കാണുന്ന മൊത്തം ഒന്നെങ്കിൽ പ്രീവിയസ് അല്ലെങ്കിൽ JEE മെയിൻസോ ഒക്കെ ആയിട്ട് സ്ഥിരമായി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, 1 2 3 4 5 6 7. ഓക്കെ, നമുക്കിപ്പോൾ തൽക്കാലം ഞാൻ മനസ്സിലാക്കിയത്തോളം നമ്മളുടെ ഈ ഒരു ലൈവ് ക്ലാസ്സിലുള്ള ഒരു റിപ്പീറ്റേഴ്സാണ്. സോ ഐ വിൽ ജസ്റ്റ് ടോക്ക് അബൌട്ട് ഇറ്റ്. ഹോണസ്റ്റ്ലി സ്പീക്കിംഗ്, നിങ്ങളുടെ ലാസ്റ്റ് ഇപ്പോൾ നടക്കുന്ന ലാബ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. കാരണം എനിക്ക് മനസ്സിലാക്കില്ല. ഇപ്പം ഞാനൊക്കെ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് ആക്ച്വലി ഞങ്ങൾക്ക് മെയിലാണ് നീറ്റ് വരിക. നീറ്റ് വരുന്ന സമയത്ത് ഇപ്പോൾ ഞാൻ എന്നെ സംബന്ധിച്ച് ഐ ക്യാൻ സേ ലൈക്ക് ഓക്കെ മൈ റിപ്പീറ്റ് വാസ് കൈൻഡ് ഓഫ് ഒരേ പേസിൽ പോയിരുന്ന റിപ്പീറ്റ് ആയിരുന്നു. കാരണം ഓഫ്ലൈൻ ആയിരുന്നു. എവിടെയായിരുന്നു ഞാൻ റിപ്പീറ്റ് ചെയ്ത സ്ഥലത്ത് അവിടെ തന്നെ നിന്നിട്ടാണ് ഞാൻ മോർണിംഗ് ടു ഈവനിങ് അവിടെ തന്നെ നിന്ന് പഠിക്കുകയായിരുന്നു. സോ ഇറ്റ് വാസ് കൈൻഡ് ഓഫ് ഈസി. ഇനി ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് വാട്ട് ഇസ് ദ സ്ട്രാറ്റജി വെൻ ഇറ്റ് കംസ് ടു ലാസ്റ്റ് 2 months അല്ലെങ്കിൽ 1 month. കാരണം ഈ ലാസ്റ്റത്തെ 2 മാസത്തിൽ മാത്രം പഠിച്ച് കയറി വന്ന കുട്ടികളുണ്ട്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഇതിലുള്ളവർ ആരൊക്കെയാണെങ്കിലും
നിങ്ങൾ ഇപ്പോഴും പഠിച്ച് ശരിയായിട്ടില്ല. അപ്പോൾ ഒരുപാട് പേര് പറയും, സാർ ഞാൻ പഠിക്കുന്നുണ്ട്, പഠിച്ച് ശരിയാവുന്നില്ല, മറന്നു പോവാണ് സാർ, ഞാൻ എന്താ ചെയ്യാം? അല്ലാന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻസൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ ഒക്കെ മനസ്സിലാവുന്നുണ്ട്, ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ എന്തോ കിട്ടുന്നില്ല. ഈ രണ്ട് ഗ്രൂപ്പും ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ്, ഞാനും അല്ലെങ്കിൽ മോസ്റ്റ് പ്രോബ്ലി എല്ലാ റിപ്പീറ്റേഴ്സും കടന്നു പോയ ഒരു സ്റ്റേജാണത്. ഇതിനുള്ളൊരു വഴി അല്ലെങ്കിൽ ഇതിനുള്ളൊരു പെർഫെക്റ്റ് രീതി എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾവേസ് ടു ഹാവ് എ റിവിഷൻ. ഓക്കെ, സോ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ, സപ്പോസ് ഇന്നിപ്പോൾ ഇറ്റ്സ് അറൗണ്ട് 18th അല്ലേ, 18 എന്ന് പറഞ്ഞാൽ വി ലോസ് അറൗണ്ട് ഒരു ഇത് പോയി. സപ്പോസ് വി സ്റ്റിൽ ഹാവ് ഒരു 40 days അല്ലെങ്കിൽ 50 days എന്തായാലും ഉണ്ട്, ശരിയാണല്ലോ. അപ്പോൾ ഒരു 50 days ഉള്ള നിങ്ങൾക്ക് എന്ത് അത്ഭുതമാണ് ഈ നീറ്റിന് ചെയ്യാൻ കഴിയുക? ഒരു 50 days സ്ട്രാറ്റജി പോലെ ഞാൻ പറയുകയാണെങ്കിൽ മനസ്സിലാക്കാം, 99 chapters ആണ് നിങ്ങൾക്ക് ഒരു മൊത്തത്തിൽ പഠിക്കാനുള്ളത്, ശരിയാണല്ലോ. യു ഹാവ് 99 chapters. ഒരു ദിവസം 3 chapter you have to finish and I will tell you exactly how to do it. നിങ്ങൾ രാവിലെ എണീക്കുകയെന്ന് വിചാരിക്കുക, ഐ ഡോണ്ട് നോ വാട്ട് ഈസ് യുവർ ടൈം, ബട്ട് ഞാൻ എൻ്റെ ഒരു ഷെഡ്യൂൾ പറയുകയാണെങ്കിൽ, സപ്പോസ് യു വേക്കപ്പ് അറ്റ് 7 എണീക്കാത്ത ആരും ഉണ്ടാവില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. 7 എണീറ്റ് കഴിഞ്ഞാൽ വാട്ട് യു ഹാവ് ടു ഡു ഇസ് 7 to 7:30 യു ക്യാൻ ടേക്ക് വാട്ട് എവർ ടൈം യു വാണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് നിങ്ങളുടെ എന്താണ് ഫുഡ് കഴിക്കണമെങ്കിൽ ഫുഡ് കഴിക്കാം, നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് വേക്കപ്പ് ചെയ്യാം, എല്ലാം കഴിഞ്ഞ് എല്ലാം ഒന്ന് ഓൾറൈറ്റ് ആയി. ബൈ 7:30 യു ജസ്റ്റ് കം ടു യുവർ റൂം. 7:30 എത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഫസ്റ്റ് സ്ട്രാറ്റജി, എല്ലാ ദിവസവും രാവിലെ നിങ്ങൾ ഏറ്റവും ആക്റ്റീവ് ആയിട്ടുള്ള ടൈമാണ്, നിങ്ങൾക്ക് പഠിക്കാൻ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടൈമാണ്. ആ സമയം നിങ്ങൾ ഫിസിക്സിന് യൂസ് ചെയ്യുക കുട്ടികളെ. ഓക്കെ, ഫിസിക്സിന് യൂസ് ചെയ്യുമ്പോഴും ഡു നോട്ട് സ്റ്റാർട്ട് ഫ്രം ദി വെരി ബേസ്. കാരണം നിങ്ങൾക്ക് ഇപ്പോൾ ക്യാപ്സ്യൂൾ ആണെങ്കിൽ ക്യാപ്സ്യൂളിൽ വിത്തിൻ 2 hours, ഞാനൊരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ടൈം ടേബിൾ പറയാം. നിങ്ങൾക്ക് ഒരുപാട് പേര് ചോദിക്കും ഇതൊന്നും ടൈം മാനേജബിൾ അല്ല, ഐ വിൽ ടെൽ യു വാട്ട് ഇസ് ഹാപ്പനിങ്. നിങ്ങൾക്ക് ഒരു 2.5 മണിക്കൂർ വേണോ, 2.5 മണിക്കൂർ എടുത്തോ, 2.5 മണിക്കൂർ എടുത്തോ. സോ ദാറ്റ് ഈസ് 7:30, 8:30, 9:30, 10. By 10 o'clock you are done with the classes of physics. ശരിയാണല്ലോ, യു ആർ ഡൺ വിത്ത് ദി ക്ലാസ്സസ് ഓഫ് ഫിസിക്സ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ 10 മണിക്ക് നിങ്ങൾ കഴിഞ്ഞാൽ യു ക്യാൻ ടേക്ക് എ 15 minutes ബ്രേക്ക്. 10:15 നിങ്ങൾ വരികയാണ്, തിരിച്ച് യു ആർ സെറ്റിംഗ് ഇൻ ദി ടേബിൾ. ഓക്കെ ആണല്ലോ. അങ്ങനെ നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ വാട്ട് യു ഹാവ് ടു ഡു ഇസ് 30, അതായത് നിങ്ങളിപ്പോൾ 10:15 നിങ്ങളുടെ ടേബിളിൽ വന്നിരിക്കുകയാണ്, യു ആർ റെഡി. നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം എടുക്കുക. പ്ലീസ് ഡോണ്ട് ഗോ വിത്ത് ദി അതർ കൈൻഡ്സ്, അതായത് ഒരുപാട് മോഡൽ ക്വസ്റ്റ്യൻ അങ്ങനെയല്ല. ഇപ്പോൾ MTG എങ്കിൽ MTG എടുക്കുക, അല്ലെങ്കിൽ അരിഹന്തം എടുക്കുക. പണ്ട് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചത്, ഒരു ചാപ്റ്ററിൽ നിന്ന് എങ്ങനെ പോയാലും ഒരു 50 ക്വസ്റ്റ്യൻസിന് അടുത്തുണ്ടാവും. ഓക്കെ, ഈ 15-50 ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ഞാൻ നിങ്ങൾക്ക് തരുന്ന സമയം 10:15 തൊട്ട് 1 മണിയാണ്. ഓക്കെ, ഈ 1 മണി കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു 50 ക്വസ്റ്റ്യൻസ് ചെയ്യാം. 10:15, 11:15, 12:15, അതായത് നിങ്ങൾക്ക് 2.25 മണിക്കൂറുണ്ട് 50 ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ദാറ്റ് ഈസ് ക്വൈറ്റ് ഡൂവബിൾ. ഓക്കെ ആണല്ലോ. ഒരു 2.25 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻസ് ഫുള്ള് തീർക്കാം. അങ്ങനെ നിങ്ങൾ കഴിഞ്ഞ ഒരാൾ 1 മണിക്ക് നിങ്ങളുടെ ക്ലാസ് കഴിയാണ്, ടേക്ക് 1 hour ബ്രേക്ക്. നിങ്ങൾ പോവുക, പഠിക്കേണ്ടത് എന്തെങ്കിലും വീഡിയോസ് എന്തെങ്കിലും കാണാം. ബിക്കോസ് മെൻ്റൽ ഹെൽത്ത് ഇസ് ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾക്ക് എന്താണ് കുറച്ചൊക്കെ റിലാക്സ് ചെയ്യാം, അമ്മയോടൊക്കെ ഒന്ന് സംസാരിക്കാം, നല്ലൊരു ഫുഡ് കഴിക്കുക. കം ബാക്ക് ബൈ 2. 2 മണിക്ക് തിരിച്ചെത്തുക. അങ്ങനെ നിങ്ങൾ 2 മണിക്ക് തിരിച്ചെത്തി എന്ത് ചെയ്യണമെന്ന് അറിയോ, 2 മണിക്ക് തിരിച്ചെത്തി കഴിഞ്ഞാൽ നൗ യു ആർ സ്റ്റാർട്ടിങ് വിത്ത് ബയോളജി. ഐ വിൽ ടെൽ യു എക്സാക്ട്ലി വൈ. രാവിലെ നിങ്ങൾ ഫിസിക്സ് പഠിച്ചു, യു ആർ ഓൾമോസ്റ്റ് ഡൈയിങ്. ഇനി ബയോളജി പ്രത്യേകത, ബയോളജി നിങ്ങൾ ഒരു തവണയെങ്കിലും വായിക്കാത്ത ചാപ്റ്ററുകൾ ചുരുക്കമാണ്. സോ ബയോളജി ഈസ് മോർ ലൈക്ക് എ റിവിഷൻ ടു യു ഗൈസ്. ഓക്കെ ആണല്ലോ. ഇനി എനിക്ക് പറയാനുള്ളത്, ബയോളജി പഠിക്കുന്ന കുട്ടികളോട് വേണ്ടി റാദർ ദാൻ ഡൂയിങ് ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ്, പ്ലീസ് റീഡ് NCERT വായിക്കാം മക്കളെ. NCERT വായിക്കുക. NCERT എത്ര മണി വരെ വായിക്കണം? NCERT നിങ്ങൾ 2 മണി തൊട്ട് 4 മണി വരെ, ഇല്ലെങ്കിൽ ഒരു 4:30 വരെ നിങ്ങൾ വായിക്കുക. മനസ്സിലായോ? ഒരു 4:30 വരെ നിങ്ങൾ വായിക്കുക. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, ഒരു 4:30 to 5 അല്ലെങ്കിൽ 4:30 to 5:30 നിങ്ങൾ എന്ത് ചെയ്യുക, അതിൽ ഒരു 60 മിനിറ്റ് ഉണ്ട്. ലിറ്ററലി യു ക്യാൻ അറ്റ്ലീസ്റ്റ് ഡു 90 ക്വസ്റ്റ്യൻസ് വിത്ത് ഇറ്റ്. ആ ചാപ്റ്ററിന് 60, നിങ്ങൾ ഒരു കഴിഞ്ഞ വർഷം ചോദിച്ചാണെങ്കിൽ എങ്ങനെ ഒരു 50-60 ക്വസ്റ്റ്യൻ ഉണ്ടാവുള്ളൂ, അതങ്ങ് ചെയ്ത് തീർക്കുക. ഓക്കെ, ഒരു 50 ക്വസ്റ്റ്യൻ അങ്ങ് ചെയ്യുക. സോ വാട്ട് ഈസ് ഹാപ്പനിങ് നൗ, ഇറ്റ് ഈസ് 6 ആൻഡ് യു ആർ ഡൺ വിത്ത് ഫിസിക്സ്, ബയോളജി. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡോപ്പയിലെ സ്റ്റുഡൻസ് ആണെങ്കിൽ യു ആർ ഹാവിങ് എക്സാംസ്, ഐ അണ്ടർസ്റ്റാൻഡ്. അല്ലാണ്ട് എക്സാം സ്കിപ്പ് ചെയ്തിട്ടല്ല സാറ് ടൈം ടേബിൾ പറയുന്നത്. എക്സാം ആണ് അല്ലേ, പോയിക്കോടാ, എക്സാം എഴുതിക്കോ. ഒരു 6:15 കുളിച്ച് റെഡി ആയിട്ട് എക്സാം എഴുതിക്കോ. ഒരു 6:30 എക്സാം എഴുതിക്കോ. അത് കഴിഞ്ഞ് ഒരു 8:30 ഒക്കെ ആകുമ്പോഴേക്ക് എക്സാം കഴിയില്ലേ, ദാറ്റ്സ് എനഫ്. അല്ലെങ്കിൽ ഒരു 8-ന് കഴിഞ്ഞു എന്ന് വിചാരിക്കുക, വാട്ട് എവർ. ഞാൻ പറഞ്ഞു വന്നത്, ഒരു 8:30 ആകുമ്പോഴേക്കും എന്ത് ചെയ്യുക, നിങ്ങൾ തിരിച്ച് വീണ്ടും നിങ്ങളുടെ റൂമിലേക്ക് വരിക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നൗ യു ആർ ഗോയിങ് ടു ലേൺ കെമിസ്ട്രി.
Okay, chemistry depends on the chapter. It can be divided into organic, inorganic, physical. Organic ഉണ്ട്, inorganic ഉണ്ട്, physical ഉണ്ട്. Organic ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 8:30 9:30 10:30 11:30 12:30 4 മണിക്കൂർ 12:30ക്ക് നിങ്ങൾ അല്ലെ 12 അല്ല 1 മണി 1 + 6 7, അതായത് നമ്മൾ രാവിലെ 7 മണിക്കാണ് എണീക്കുന്നത്, ശരിയാണോടാ? 7 മണിക്കാണ് എണീക്കുന്നത്. അങ്ങനെ എണീക്കുകയാണെങ്കിൽ നമ്മൾ ഡെഫിനറ്റ്ലി നമുക്ക് 1 മണി വരെ പഠിക്കാൻ സമയമുണ്ട്. അതായത് 9:30 10:30 11:30 12:30 4.5 മണിക്കൂർ, കറക്റ്റ് പറയുകയാണെങ്കിൽ 4.5 മണിക്കൂർ നിങ്ങൾക്ക് കയ്യിലുണ്ട്. ഓക്കെ, 1 മണിക്ക് ദയവ് ചെയ്ത് കുട്ടികൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ നിങ്ങളുടെ ബെഡിലേക്ക് പോകണം. യു ഹാവ് ടു സ്ലീപ്പ് ഫോർ 6 hours. അല്ലാതെ നിങ്ങൾക്ക് ഇനിയിപ്പോൾ 5 മണിക്കൂർ മതിയെങ്കിൽ ഐ വോണ്ട് കംപ്ലൈൻ, ദിസ് ഇസ് ക്രാഷ് പീരിയഡ്, അങ്ങനെ ആയിക്കോ. ആ ലാസ്റ്റത്തെ 1 മണിക്കൂർ നിങ്ങൾക്ക് വിട്ട് തന്നിരിക്കുകയാണ്. വാട്ട് എവർ യു വാണ്ട് ടു ഡു യു വാണ്ട് ടു ഡു. ഞാൻ ഒരിക്കലും 5 മണിക്കൂറല്ല, ഐ വിൽ ഓൾവേസ് ടെൽ മൈ സ്റ്റുഡൻസ്, ഞാൻ മെൻറ്റർ ചെയ്യുമ്പോൾ എൻ്റെ ബാച്ചിലെ കുട്ടികളോട് ഞാൻ പറയാറ് 6 മണിക്കൂർ ഉറങ്ങാനാണ്. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക? 4.5 മണിക്കൂറുണ്ട്. ഇഫ് ഇറ്റ് ഇസ് ഒരു ഓർഗാനിക് ആണെന്നുണ്ടെങ്കിൽ സ്പ്ലിറ്റ് ഇൻറ്റു 50-50. പകുതി സമയം നിങ്ങൾ തിയറി പഠിക്കാൻ ഉപയോഗിക്കുക, പകുതി സമയം പ്രീവിയസ് ഇയർ. ഐ സ്റ്റിൽ സേസ് പ്രീവിയസ് ഇയർ മതി. പ്രീവിയസ് ഇയർ ഇസ് ഫാർ മോർ ഇനഫ് ടു ഗെറ്റ് ഇറ്റ്. അല്ല നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ, അല്ല പ്രീവിയസ് ഇയർ ചെയ്ത് കഴിയുകയാണെങ്കിൽ ഗോ ടു ഡോപ്പ, ജസ്റ്റ് ടേക്ക് ദി ക്വസ്റ്റ്യൻ ബാങ്ക്, സോൾവ് സം മോർ ക്വസ്റ്റ്യൻസ്. അല്ല ഇത് നിങ്ങൾക്ക് കിട്ടുന്നത് ഇൻഓർഗാനിക് ആണെങ്കിൽ ജസ്റ്റ് സ്പ്ലിറ്റ് അഗെയിൻ ഇൻറ്റു മേ ബി ഒരു 60-40 ഐ വിൽ സേ. കാരണം ഇൻഓർഗാനിക്കിൽ തിയറി അറിയാണ്ട് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ പോലും ചെയ്യാൻ പറ്റില്ല മക്കളെ. സോ ദിസ് ഇസ് മോർ ഇമ്പോർട്ടൻറ്റ് ഫോർ യു ടു നോ ദ തിയറി. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? 60-40 ഡിവൈഡ് ചെയ്യുക. കിട്ടുന്നതിൽ 60, അതായത് ഇപ്പോൾ ഒരു 60 മിനിറ്റ് കിട്ടുകയാണെങ്കിൽ, അപ്പോൾ ഒരു 100 മിനിറ്റ് കിട്ടുകയാണെങ്കിൽ അതിൽ 60 മിനിറ്റ് ഇതിനും 40 മിനിറ്റ് മറ്റേനും. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഡിവൈഡ് ചെയ്യാം. അതുപോലെ തന്നെ നേരെ മറിച്ച് ഫിസിക്കലാണെന്ന് വിചാരിക്കുക. ഫിസിക്കൽ എന്നാണെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക? നിങ്ങൾ ഇപ്പോൾ ബുക്ക് ഞാൻ പറഞ്ഞ പ്രദീപ്സിൻ്റെ ഒരു ഒബ്ജക്റ്റീവ് ഫിസിക്സ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ നീറ്റിൻ്റെ ക്രാഷ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് എന്ത് ചെയ്യാം? ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ തന്ന ഈ 2.5 മണിക്കൂർ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമെങ്കിൽ യു ക്യാൻ ഗോ ആൻഡ് സീ ദ ക്യാപ്സൂൾ ക്ലാസ്സസ് ഡാ. മനസ്സിലായോ? നിങ്ങൾക്ക് ക്യാപ്സൂൾ ക്ലാസ്സസ് ഉണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ ക്യാപ്സൂളിൻ്റെ ലൈവ് ഉണ്ടാവും. ഓക്കെ, ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾ അപ്പം കാണുന്നവരാണെങ്കിൽ ലൈവായിട്ട് തന്നെ കാണുക, അല്ല പിന്നീട് കാണുന്നവരാണെങ്കിൽ ഈ ടൈമിലൊന്ന് ഷെഡ്യൂൾ ചെയ്യുക, എന്നിട്ട് ഇപ്പം ഇരുന്ന് കാണുക. ഓക്കെ, അതായത് നിങ്ങൾക്ക് 2-2.5 മണിക്കൂർ കൊണ്ട് ആ ചാപ്റ്റർ തീരും. ആ സമയം കൊണ്ട് എന്ത് ചെയ്യുക? ആ ലൈവ് അങ്ങ് കാണുക, അതും കഴിഞ്ഞു. എഗെയിൻ യു ആർ ഡൺ വിത്ത് വാട്ട്? ബാക്കി കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ളൂ. ക്വസ്റ്റ്യൻസ് ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് ഡു ദ ക്വസ്റ്റ്യൻസ്. മനസ്സിലാവണ്ട, പ്രീവിയസ് ഇയർ മാത്രം നിങ്ങൾ ചെയ്യുക. മനസ്സിലായോ? ദാറ്റ് ഈസ് വൺ അനദർ തിങ്. ഇനിയുള്ള കാര്യം, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട്. അങ്ങനെ പോവുകയാണെങ്കിൽ ട്രസ്റ്റ് മീ, 33 ദിവസം 3 ചാപ്റ്റർ ഇസ് 99. ശരിയാണോ? യു ആർ ഡൺ വിത്ത് 99 ചാപ്റ്റേഴ്സ്. വി സ്റ്റാർട്ടഡ് വിത്ത് വാട്ട്? വി സ്റ്റാർട്ടഡ് വിത്ത് 50 days. ഓക്കെ ആണല്ലോ? യു ഹാവ് 17 days ലെഫ്റ്റ്. ഇപ്പോഴും നിങ്ങൾക്ക് 17 എണ്ണം കയ്യിലുണ്ട്. ഓക്കെ, വാട്ട് ഐ വിൽ സേ ഇസ്, നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ശരിയാണല്ലോ? അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ 5 മണിക്കൂറൊക്കെ ഉറങ്ങുന്നവരാണെങ്കിൽ രാത്രി നിങ്ങൾക്ക് 1 മണിക്കൂർ നിങ്ങൾക്ക് സ്പെയർ ചെയ്യാൻ കിട്ടും. ഈ 1 മണിക്കൂർ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് അറിയോ? എല്ലാ ദിവസവും രാത്രി 1 മണിക്കൂർ ബയോളജി വായിക്കാം. മിനിമം ഒരു 2 ചാപ്റ്റർ ആ 1 മണിക്കൂറിൽ പാസീവായിട്ട്. ഞാൻ പറയുന്നത് എന്താ അറിയോ? നിങ്ങൾ വെറുതെ ഇരുന്നിട്ട് ഇത് ഓരോന്ന് വായിക്കും, ജസ്റ്റ് പാസീവ്ലി റീഡ്. എന്താ നിങ്ങൾക്ക് ജസ്റ്റ് ഓക്കെ ഈ ചാപ്റ്റർ ഇതാണ്, ഇന്ന പോയിന്റ്സ് ആണ്, ദാറ്റ്സ് ഓൾ യു ഹാവ് ടു നോ. നിങ്ങൾ കുത്തിയിരുന്ന് പഠിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് പാസീവായിട്ട് വായിക്കാം. ഞാനൊക്കെ ചെയ്യുന്ന കാര്യമാണ്. പാസീവായിട്ട് വായിക്കും, നിങ്ങൾ പോലും അറിയേണ്ട ഒരുപാട് പോയിന്റ്സ് കിട്ടും. അങ്ങനെ എന്ത് ചെയ്യുക? ആ 1 മണിക്കൂർ റിവിഷന് വേണ്ടി യൂസ് ചെയ്യുക. മേക്ക് സ്മോൾ നോട്ട്സ്, അതായത് ചെറിയ ചൂട്ടാ നോട്ട്സ്. നിങ്ങൾ ഈ ക്യാപ്സ്യൂളൊക്കെ കാണുമ്പോൾ ജസ്റ്റ് നോട്ട് എഴുതുക. ഇപ്പോൾ തെർമോഡൈനാമിക്സ് ആണെന്ന് വിചാരിക്കുക. ഹൗ ഡു യു സ്റ്റാർട്ട് തെർമോഡൈനാമിക്സ് നോട്ട്? 0th law, ലേൺസ് ഇക്വിലിബ്രിയം, ABC വരയ്ക്കുക. ഓക്കെ, സോ ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് ദിസ് ഇസ് ഗോയിങ് ടു എക്സ്പ്ലെയിൻ തെർമൽ ഇക്വിലിബ്രിയം. ഫസ്റ്റ് ലോ വരയ്ക്കുക, ഡെൽറ്റ ക്യൂ സി ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു. മതി, അതിൽ കൂടുതൽ എഴുതരുത്, അത് മതി. അതാണ് നിങ്ങൾ പഠിക്കേണ്ടത്. അതുപോലെ തന്നെ വാട്ട് ഈസ് ഫോർ അഡിയബാറ്റിക് പ്രോസസ്, അതുപോലെ തന്നെ വാട്ട് ഈസ് ഫോർ ദി ഐസോകോറിക്, ഐസോബാറിക്. അങ്ങനെ ഒരു ചെറിയ നോട്ട് ഉണ്ടാക്കി അതെന്ത് ചെയ്യുക? ഐദർ പുട്ട് ഇൻ ഫ്രണ്ട് ഓഫ് യു ആസ് എ സ്റ്റിക്കി നോട്ട്. അപ്പോൾ ഈ സ്റ്റിക്കി നോട്ട് നിങ്ങൾ ഇങ്ങനെ വായിച്ചാൽ മതി. മനസ്സിലായോ? ആ സ്റ്റിക്കി നോട്ട്സ് അങ്ങ് വായിക്കുക, അപ്പോൾ നിങ്ങൾക്കതും ഓർമ്മയുണ്ടാവും. ആൻഡ് ഐ സ്റ്റിൽ റിമെമ്പർ, ഞാൻ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഒരു സ്റ്റിക്കി നോട്ടിൽ ഒരു ചാപ്റ്റർ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരുന്നു, ലിറ്ററലി ഫിസിക്കൽ കെമിസ്ട്രി ഒക്കെ. എന്നിട്ട് ഞാൻ അങ്ങനെ ഒട്ടിച്ചിട്ട് എൻ്റെ റൂമിൽ ചോദിക്കുന്നു, ആകാശം നിൻ്റെ റൂം മൊത്തം സ്റ്റിക്കി നോട്ടാണല്ലോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എവിടെ നോക്കിയാലും സ്റ്റിക്കി നോട്ട്സ് ആണ്. ഞാൻ ഏറ്റവും വിറ്റ് എന്താ അറിയോ, ഞാൻ എപ്പോഴും മറക്കുന്ന ഒരു കാര്യമായിരുന്നു ഈ വാല്യൂസ്, മറ്റേ 7/2 ഒക്കെ അല്ലേ CPയുടെ, അല്ലാന്നുണ്ടെങ്കിൽ ഓർഗാനിക് കെമിസ്ട്രിയുടെ റിയാക്ഷൻസ്. അത് ഞാൻ ഒട്ടിച്ചത് എവിടെ അറിയോ?
എൻ്റെ മിററിന് ചുറ്റും. കാരണം എന്താ വെച്ചാൽ മിറർ ഈസ് വൺ പ്ലേസ് വിച്ച് എവറി ടൈം ഐ ജസ്റ്റ് ഗോ ആൻഡ് സീ ഓക്കെ ഐ ലുക്ക് ഗുഡ് റൈറ്റ്. അപ്പോൾ അവിടെ നോക്കുമ്പോൾ എന്തായിരിക്കും, അവിടെ എപ്പോഴും എൻ്റെ ഷോർട്ട് നോട്ട്സ് ഉണ്ടാവും. അപ്പോൾ ഞാനത് നോക്കും. ആൻഡ് ഐ ഹാഡ് വൺ വിയേർഡ് റൂംമേറ്റ്. അവൻ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ഹി ജസ്റ്റ് പേസ്റ്റ് ഇൻ ദ ബാത്റൂംസ്. അതായത് ബാത്റൂമിൻ്റെ മുകളിൽ ഇങ്ങനെ കുളിക്കാൻ പോകുന്ന സമയത്ത് എന്തെങ്കിലും വായിക്കാമല്ലോ, അപ്പോൾ അവനോട് ഒട്ടിച്ച് വയ്ക്കും. കുളിക്കാൻ പോകുന്ന സമയത്ത് ഹിൽ ജസ്റ്റ് റീഡ്. നമ്മളിങ്ങനെ വിചാരിക്കും ഓക്കെ അമ്മു ഇത് ഭയങ്കര ബോറ് പരിപാടിയാണല്ലോ, ഇതൊക്കെ എങ്ങനെ ശരിയാവും. പക്ഷേ എവറിത്തിങ് വിൽ മേക്ക് സെൻസ് വൺസ് യു ക്ലിയർ MBBS. പിന്നെ നിങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ഇറ്റ് ബിക്കംസ് എ ടോപ്പേഴ്സ് ടിപ്പ്. അതെ, അതുവരെ നിങ്ങൾ ചെയ്ത ശുദ്ധ മണ്ടത്തരങ്ങൾ വിൽ ബി ബിക്കമിങ് വൺ ഓഫ് ദ ടോപ്പ് ട്രെൻഡിങ് ടോപ്പേഴ്സ് ടിപ്സ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ടിപ്സ് ഉണ്ടാക്കാം. ഓക്കെ ആണല്ലോ, ഫൈൻ. അപ്പോൾ ദിസ് വിൽ ബി ലൈക്ക് വൺ ഓഫ് ദ ബെസ്റ്റ് തിങ്. ഇനി ലാസ്റ്റത്തെ 17 ദിവസം ആയിക്കഴിഞ്ഞ് യു ഹാവ് ടു സ്റ്റാർട്ട് ഡൂയിങ് 180 ക്വസ്റ്റ്യൻസിൻ്റെ ഫുൾ ഷോർട്ട് ക്വസ്റ്റ്യൻ പേപ്പർ. ഒരു ദിവസം ഒരു ക്വസ്റ്റ്യൻ പേപ്പർ. അങ്ങനെ ലാസ്റ്റ് 10 കൊല്ലത്തെ ചെയ്യാം. സോ ദിസ് വിൽ കൗണ്ട്സ് ടു 10 days. ലാസ്റ്റ് യു ഹാവ് 7 days. 7 days ഇസ് അപ് ടു യു. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. കാരണം ആ ദിവസങ്ങൾ ഞാൻ തൊടില്ല. ബെസ്റ്റ് തിങ് വിൽ ബി റിവൈസ് ആൻഡ് ഡു ക്വസ്റ്റ്യൻ. എല്ലാ ദിവസവും ബയോളജി റിവൈസ് ചെയ്യുക, ഫിസിക്സ് കെമിസ്ട്രി എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാം. Okay, so this will be one of the my typical way of explaining how to manage the 50 days you have in your life. അപ്പോൾ ആദ്യം എനിക്ക് ചോദിക്കേണ്ടത് വിൽ യു ഗൈസ് ബി ഡൂയിങ് ദിസ്. അതായത് നിങ്ങൾക്ക് മൊത്തത്തിലൊന്നും ചെയ്യണ്ട. ബിക്കോസ് പ്ലീസ് നെവർ കോപ്പി സമ്മൺ. ഒരാൾ പറഞ്ഞിരുന്ന പോലെ ഒരിക്കലും ചെയ്യരുത്. കാരണം എന്താ അറിയോ, എന്നെപ്പോലെയല്ല നീ. നിനക്ക് നിൻ്റേതായിട്ടുള്ളൊരു സ്റ്റഡി ഷെഡ്യൂളുണ്ട്, നിനക്ക് പറ്റുന്ന ഒരു ലിമിറ്റ് ഉണ്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ അത്രേ പറ്റുള്ളൂ. ജസ്റ്റ് റെസ്പെക്റ്റ് യുവർ സെൽഫ്, അണ്ടർസ്റ്റാൻഡ് യുവർ പോസിറ്റീവ്സ്, അണ്ടർസ്റ്റാൻഡ് യുവർ നെഗറ്റീവ്സ്. കാരണം ഓരോരുത്തരും എവ്രി വൺ ഇസ് ഡിഫറെൻറ്റ് ഇൻ ദെയർ ഓൺ വേ. നമുക്കൊരിക്കലും വേറൊരാളെ പോലെ ഇയാൾ ഫസ്റ്റ് റാങ്ക് ആയിരുന്നു. ഇപ്പോൾ ഒരുപാട് പേര് എന്നെ വിളിച്ചു ചോദിച്ച കാര്യമാണ്, കഴിഞ്ഞ നീറ്റ് ഫസ്റ്റ് റാങ്ക് കിട്ടിയ ആൾ നെറ്റ്ഫ്ലിക്സ് കണ്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇസ് വൈറൽ. എന്ന് വെച്ചാൽ എനിക്ക് നെറ്റ്ഫ്ലിക്സ് കണ്ടൂടെ. ബിക്കോസ് ദാറ്റ് മൈറ്റ് ബി ദ ഓൺലി തിങ് ഹീസ് ഡൂയിങ്. നമ്മൾ ആ കുട്ടിയുടെ വേറെ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടാവില്ല. ചിലപ്പോൾ ആ കുട്ടി ആ ഒരു വർഷം കല്യാണങ്ങൾക്കൊന്നും അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവില്ല. ഇല്ലെങ്കിൽ ആ കുട്ടി ഉറങ്ങിയത് ചിലപ്പോൾ 5 മണിക്കൂറായിരിക്കാം. പക്ഷെ അതിനൊന്നും ഇവിടെ പ്രസക്തിയില്ല. ഇവിടെ എല്ലാവരും പറയുന്നുണ്ടാ ഫസ്റ്റ് റാങ്ക് നെറ്റ്ഫ്ലിക്സ് കണ്ടു, സോ എനിക്ക് നെറ്റ്ഫ്ലിക്സ് കാണാം. അങ്ങനെയല്ല. അണ്ടർസ്റ്റാൻഡ് യുവർ പോസിറ്റീവ്സ്, അണ്ടർസ്റ്റാൻഡ് യുവർ ഏരിയാസ് ഓഫ് സ്ട്രെങ്ത്. അവിടെ നിങ്ങൾ വർക്ക് ചെയ്യും. ദാറ്റ് ഈസ് ദ പ്ലേസ് വെർ യു മേക്ക് സക്സസ്. മനസ്സിലായോ? അല്ലാണ്ട് നമ്മൾ വളരെ കോമൺ ആയിട്ട് ആ കുട്ടി ചെയ്തതൊക്കെ ഞാൻ ചെയ്തു. ഒരു കുട്ടി ആ കുട്ടി ചെയ്തത് എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ആ എക്സ്പീരിയൻസ് തിങ്. അവൻ പറയുന്നത് ആ കുട്ടി സിനിമയ്ക്ക് പോകുന്നുണ്ടല്ലോ, അപ്പോൾ എനിക്ക് സിനിമയ്ക്ക് പോകാം. ഈ കുട്ടി കളിക്കാൻ പോകുന്നുണ്ട്, ഞാനും കളിക്കാൻ പോവാണ്. ഈ കുട്ടി നെറ്റ്ഫ്ലിക്സ് ആണ്, ഞാനും നെറ്റ്ഫ്ലിക്സ് ആണ്. പക്ഷേ ഈ കുട്ടികൾ, ആ കുട്ടി സിനിമ മാത്രമേ കണ്ടിരുന്നുള്ളൂ, മറ്റേ കുട്ടി നെറ്റ്ഫ്ലിക്സ് മാത്രമേ കണ്ടിരുന്നുള്ളൂ. നമ്മളിതെല്ലാം ചെയ്യാൻ നിൽക്കരുത്. മനസ്സിലായോടാ? സോ ജസ്റ്റ് ബി അണ്ടർസ്റ്റാൻഡ്. നിങ്ങൾ നിങ്ങളുടെ ഒരു കംഫർട്ട് സോണിൽ നിൽക്കുക, അതിനകത്ത് വർക്ക് ചെയ്യാം. ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, ഞാൻ ഒരിക്കലും പറയുന്നില്ല ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നില്ല. യു വിൽ ഡെഫിനറ്റ്ലി ഹാവ് ലോട്ട് ഓഫ് ഡിഫിക്കൽട്ടീസ്. മനസ്സിലായോ? യു വിൽ ബി ഹാവിങ് ലോട്ട് ഓഫ് ഡിഫിക്കൽട്ടീസ്, ബട്ട് അണ്ടർസ്റ്റാൻഡ് ദിസ് തിങ്. ദിസ് ഇസ് എ ലോങ് റൺ. ഓക്കെ ആണല്ലോ? നിങ്ങൾ ഒരുപാട് ഇനി ഇഷ്ടം പോലെ പഠിക്കാനുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ്. 2 വാക്കുകളുണ്ട് വിച്ച് ഐ ഹാവ് ടു സേ. വൺ ഇസ് സക്സസ്, സെക്കൻഡ് വൺ ഇസ് സാക്രിഫൈസ്. സക്സസ് ഓൾവേസ് കം വിത്ത് സാക്രിഫൈസ്. നിങ്ങൾ ആരോടും ചോദിക്കുക, ഞാൻ കഴിഞ്ഞ തവണയും പറഞ്ഞതാണ്, ജസ്റ്റ് റിപ്പീറ്റിംഗ് ഇറ്റ് വൺസ് അഗൈൻ. കാരണം ദാറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ്. സക്സസ് വിൽ ഓൾവേസ് കം വിത്ത് സാക്രിഫൈസ്. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ ബാക്കി കുട്ടികൾ ചെയ്യാത്ത എന്തെങ്കിലും ഒരു അഡീഷണൽ കാര്യമോ അല്ലെങ്കിൽ ബാക്കി കുട്ടികൾ ചെയ്തുകൊണ്ടിരുന്ന എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാണ്ടോ ഇരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾ അവരിൽ നിന്ന് വ്യത്യസ്തരാവുള്ളൂ. അങ്ങനെ വ്യത്യസ്തരാവുന്നവർ മാത്രമേ വിജയിക്കുകയും ചെയ്യുള്ളൂ. മനസ്സിലായോ? അപ്പോൾ ഇറ്റ്സ് ടൈം ഫോർ യു ടു ഷോ. നിങ്ങൾ ഡോക്ടറാവണമെന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങളോട് ഞാൻ ചോദിക്കാം, എത്ര നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട്? അല്ലെങ്കിൽ ഡോക്ടർ ആവണമെന്ന് നിങ്ങൾ പറയുമ്പോൾ, അല്ലെങ്കിൽ എയിംസ് ഡൽഹി എന്ന് പറയുമ്പോൾ എത്ര പേര് ആ എയിംസ് ഡൽഹിക്ക് വെർത്താണെന്ന് നിങ്ങൾ ആലോചിക്കും. നിങ്ങൾക്ക് ചുറ്റുമുള്ള കുട്ടികൾ, റെസിഡൻഷ്യലുള്ള കുട്ടികൾ ഒരു ദിവസം 10-14 മണിക്കൂറും പഠിക്കുമ്പോൾ ആർ യു ഗൈസ് സ്റ്റഡിങ് ടിൽ ദാറ്റ് മച്ച്? അത്രയും എഫേർട്ട് നിങ്ങൾ എടുക്കുന്നുണ്ടോ? അങ്ങനെ എടുക്കുന്നുണ്ടെങ്കിൽ യു ആർ വർത്ത് ഫോർ ദാറ്റ് സീറ്റ്. ഒരു കണക്കിന് പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും നന്നായി സ്മാർട്ട് വർക്ക് ചെയ്ത, അത്രയും ആഗ്രഹിച്ച 100 കുട്ടികളായിരിക്കും എയിംസ് ഡൽഹിയിൽ പഠിക്കുക. അതുപോലെ തന്നെയാണ് താഴേക്ക് വരുന്നത്. സോ ജസ്റ്റ് മേക്ക് യുവർ സെൽഫ് വർത്ത്. നമ്മളൊരിക്കലും എന്താ പറയുക, എയിംസ് കിട്ടുക, നമ്മളൊരിക്കലും എയിംസ് ഡൽഹി എത്തുമ്പോൾ ഓ മൈ ഗോഡ് എനിക്ക് എയിംസ് ഡൽഹി കിട്ടി, അങ്ങനെയല്ല പറയേണ്ടത്. എനിക്ക് എയിംസ് ഡൽഹി കിട്ടാനുള്ള അർഹതയുണ്ടായിരുന്നു ആൻഡ് ഐ ഗോട്ട് എയിംസ് ഡൽഹി. അത് ഏതൊരു റാങ്ക് കിട്ടിയ ആൾക്കാരോട് ചോദിച്ചാലും പറയും യെസ് ഐ വാസ് എക്സ്പെക്ടിങ് ഓൾ ഇന്ത്യ റാങ്ക് ഓഫ് വിത്തിൻ 10. കാരണം ദേ വർ ഡിസേർവിങ്. അവരത്ര വർക്ക് ചെയ്താടാ.
ഓക്കെ, അപ്പം നമ്മളും അതുപോലെ തന്നെ ആയിരിക്കണം. വി ഷുഡ് ബി വർക്കിംഗ്. നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി വിൽ അച്ചീവ് ഇറ്റ്. ആൻഡ് ദർ ഇസ് നത്തിങ് ഇൻ ദ നെയിം ഇമ്പോസിബിൾ. ആകെ നമുക്ക് വേണ്ടത് വർക്ക് ചെയ്യാനുള്ളൊരു മനസ്സ്, അത് സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു പാരൻസ് എല്ലാവർക്കും ഉണ്ട്, എനിക്കറിയാം. അതിനുവേണ്ട സമയവും എല്ലാവർക്കും ഒരേപോലെയാണ്. ഐ ഹാവ് 24 hours, യു ഹാവ് 24 hours. മനസ്സിലായോ? സോ ജസ്റ്റ് സ്റ്റഡി. ഇനിയുള്ള 50 ദിവസം എന്തൊക്കെ ഇന്നലെ വരെ എന്തോ സംഭവിച്ചോട്ടെ, ജസ്റ്റ് ഫോർഗെറ്റ് അബൌട്ട് ഇറ്റ്. ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവാം. നിങ്ങൾക്ക് ജീവിതത്തിൽ അത്ര ആഗ്രഹിച്ച ഒരുപാട് ആൾക്കാർ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടാവും. ഒരുപാട് മേ ബി അത്ര ക്ലോസ് ആയിട്ടുള്ള ചിലപ്പോൾ മരണപ്പെട്ടിട്ടുണ്ടാവാം, ഇല്ല നിങ്ങൾക്ക് ഫ്രണ്ട്സ് പോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്സ് ബ്രേക്ക് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ദാറ്റ് ഡസൻറ്റ് മാറ്റർ വെൻ ഇറ്റ് കംസ് ടു എ ഗോൾ. അപ്പോൾ അതിനു വേണ്ടി പഠിക്കുക. ഓരോ ദിവസവും രാവിലെ എണീക്കുമ്പോൾ റാദർ ദാൻ സെയിങ് എന്താണ് ഇന്നും പുതിയൊരു ദിവസം റിപ്പീറ്റ്, അതിന് പകരം നിങ്ങൾ എന്ത് പറയണം, ഇന്ന് എൻ്റെ മെഡിക്കൽ കോളേജിലേക്കുള്ള ദിവസം 60-ൽ നിന്ന് 59 കുറയാണ്. ആകാശ, നീ ഇന്ന് എന്താണ് ചെയ്യാൻ പോകുന്നത്? കിടക്കാൻ നേരത്ത് പറയണം, യെസ് ഇന്ന് എനിക്ക് ചെയ്യാൻ പറ്റിയ മാക്സിമം ഞാൻ ചെയ്തു. 3 ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തു, അതിലെ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്തു, ബയോളജി 2 ചാപ്റ്റർ റിവൈസ് ചെയ്തു. യെസ്, ദാറ്റ് ഈസ് എ സെൽഫ് സാറ്റിസ്ഫാക്ഷൻ വിത്ത് വിച്ച് യു ഷുഡ് ഗോ ടു ബെഡ്. മനസ്സിലായോ? അറ്റ് എനി പോയിന്റ് യു ഷുഡ് ട്രൈ ടു മോട്ടിവേറ്റ് യുവർ സെൽഫ്. ആൻഡ് ദ ബെസ്റ്റ് തിങ്, ഞാൻ എല്ലാവരോടും പറയുന്ന കാര്യമാണ്, സെൽഫ് മോട്ടിവേഷൻ ഈസ് ദ ബെസ്റ്റ് മോട്ടിവേഷൻ. കാരണം എന്താ അറിയോടാ, നിങ്ങളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ പഠിച്ചാൽ ലോകത്തിൽ ഒരാൾക്കും നിങ്ങളെ തളർത്താൻ കഴിയില്ല. കാരണം ഞാൻ എന്തൊക്കെ പറഞ്ഞാലും, ഞാൻ നിങ്ങളോട് പറയാണ്, നിനക്ക് നീറ്റ് കിട്ടില്ലടാ, നീ പഠിച്ചിട്ട് കാര്യമില്ല, എന്തൊക്കെ ഞാൻ പറഞ്ഞാലും വാട്ട് യു വിൽ സേ, ഐ ഡോണ്ട് കെയർ, ഐ ഡോണ്ട് ഗിവ് എ ഷിറ്റ് എന്നൊക്കെ പറയില്ല. അതുപോലെ, ബിക്കോസ് എനിക്കറിയാം എനിക്ക് പഠിക്കാൻ പറ്റുമെന്ന്. അത് നീയോ വേറൊരാളോ അല്ല ഡിഫൈൻ ചെയ്യേണ്ടത്. മനസ്സിലായോ? ദിസ് ഈസ് ഹൗ യു ഷുഡ് ബി. നിങ്ങൾ ഡിഫൈൻ ചെയ്യാം. ഡോണ്ട് അലൗ അതേഴ്സ് ടു ഡിഫൈൻ യു. നിങ്ങളുടെ പൊട്ടൻഷ്യൽ നിങ്ങൾ കണ്ടെത്തുക. അത് ആകാശ് സാറോ നിങ്ങളുടെ മെൻറ്ററോ അല്ല കണ്ടെത്തേണ്ടത്. ആൻഡ് വെൻ യു ഡു ദാറ്റ്, ട്രസ്റ്റ് മീ, സക്സസ് കംസ് ടു യു. മേ ബി കുറച്ച് ലേറ്റ് ആവാം, ബിക്കോസ് ദർ ഇസ് അനദർ ബിഗ് ഗുഡ് കോട്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ അറിയില്ല, എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചൊരു കാര്യമാണ്, ഗുഡ് തിങ്സ് ടേക്ക് ടൈം. നല്ല കാര്യങ്ങൾക്ക് സമയമെടുക്കും. നല്ല കാര്യങ്ങൾ, നമുക്ക് അർഹിച്ച കാര്യങ്ങൾ കിട്ടാൻ മേ ബി ചെറിയൊരു കാലതാമസം ഉണ്ടാവാം. ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്യുന്നവരാണെങ്കിൽ മേ ബി നിങ്ങൾക്ക് ഒരു 6 months ബാക്കി വിടാം. ബട്ട് ട്രസ്റ്റ് മീ, ദിസ് തിങ് വിൽ ഹാപ്പൻ. ഒരു ദിവസത്തിൽ എന്ത് പറ്റും, എന്തായാലും നിങ്ങളുടെ വർക്ക് മൊത്തം പെയ്ഡ് ഓഫ് ആവും. ആൻഡ് ഡെഫിനറ്റ്ലി യു വിൽ കം ടു എ പൊസിഷൻ വെയർ യു നീഡ് ടു ഗെറ്റ് ഇറ്റ്. മനസ്സിലായോ? ജസ്റ്റ് ഐ ഹാവ് ടു ഗെറ്റ് ദിസ് അഷുറൻസ് ഫ്രം യു. നാളെ തൊട്ട്, ഇന്നിപ്പോൾ ഐ ഡോണ്ട് നോ വാട്ട് ഇസ്, ഇന്ന് വെനസ്ഡേ ആണ്, നാളെ തേഴ്സ്ഡേ ആണ്. വിൽ ദിസ് ബി എ ന്യൂ സ്റ്റാർട്ട് ടു യു? നാളെ മുതൽ നിങ്ങളൊരു പുതിയ ആളായി. ഇന്ന് വരെ ഉഴപ്പിയ എല്ലാവരും നാളെ തൊട്ട് വിൽ യു ബി വർക്കിംഗ് ഫോർ യുവർ ഗോൾ? ഐ ജസ്റ്റ് വോണ്ട് ടു നോ ഇറ്റ്. നിങ്ങൾ അതിനുവേണ്ടി പഠിക്കുമോ? അല്ലെങ്കിൽ ജസ്റ്റ് മേക്ക് എ പ്രോമിസ് ടു യുവർ സെൽഫ്. നിങ്ങൾ നാളെ തൊട്ട് യു വിൽ ഡെഫിനറ്റ്ലി സ്റ്റഡി. നിങ്ങൾ മാക്സിമം നിങ്ങൾ പഠിക്കും. നിങ്ങൾക്ക് പറ്റുന്ന ബെസ്റ്റ് നിങ്ങൾ കൊടുക്കും. ക്യാൻ യു assure you? Just say that I assure myself, അല്ലെങ്കിൽ I promise myself, and that is something which I want to get it. Okay ആണല്ലോ? So cheers to all those happy days coming for you. നിങ്ങൾ വർക്ക് ചെയ്യുന്ന, നിങ്ങളുടെ ബുദ്ധിമുട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും വേണ്ട റീസൺസ് ഉടനെ തന്നെ നിങ്ങളുടെ അടുത്ത് വരും. മനസ്സിലായോ? അപ്പോൾ എനിക്കറിയാം, ഞാൻ ഭയങ്കര ഈ കലാഷ് നിക്കാവിൻ്റെ ഇടയ്ക്ക് ആകെ ഒരു 1.5 മണിക്കൂർ എനിക്ക് അലൗട്ട് ചെയ്തിട്ടുള്ളൂ. അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ ഇത് സംസാരിക്കുന്നത്. ബട്ട് ഐ നോ ദിസ് തിങ് ഇസ് സോ ഇമ്പോർട്ടൻറ്റ്. കാരണം തിയറി പഠിപ്പിച്ചു തന്നിട്ട് മാത്രമായില്ല. There is something called as an emotional support, as important as an educational support. അത് തരണം. ആൻഡ് ഐ തിങ്ക് ആസ് എ മെൻറ്റർ ദിസ് വാസ് സംതിങ് വിച്ച് ഐ ഗിവ് ദി മോസ്റ്റ്. എന്നെ വിളിക്കുന്ന എൻ്റെ സ്റ്റുഡൻസിന് ഞാൻ കൊടുക്കുന്ന കാര്യം ഇസ് ഓൾ ഇമോഷണൽ സപ്പോർട്ട്. അക്കാഡമിക് സപ്പോർട്ട് അവർക്ക് എവിടെ നിന്നും കിട്ടും, അല്ലേ? ഏത് യൂട്യൂബ് വീഡിയോ ഒന്നും കിട്ടും. ബട്ട് ദിസ് ഇസ് സംതിങ് യു നീഡ്. ആൻഡ് ഐ ഹോപ്പ് യു ഗായ്സ് വിൽ മേക്ക് എ ചേഞ്ച്. ഈ കാണുന്ന 30-40 ആൾക്കാർ will definitely make a change in their life, and they will become a doctor, and one day they will come to DOPA, they will come to Calicut Medical and say, Akash sir, എനിക്ക് കിട്ടി, ആൻഡ് അല്ലെങ്കിൽ സർ ഞാൻ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ, നമുക്കിനി എന്നും കാണാം. അല്ലെങ്കിൽ ഐ ഗോട്ട് ഇൻ എയിംസ് ടെൽ, ഐ ഗോട്ട് ഇൻ GMC Trivandrum, ഐ ഗോട്ട് ഇൻ ചിപ്മർ, ഐ ഗോട്ട് ഇൻ എയിംസ് Bhubaneswar, wherever it is, you guys will succeed one day, trust me. Okay ആണല്ലോ? ഫൈൻ. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നമുക്ക് മെല്ലെ നമ്മുടെ തിയറിയിലേക്ക് വരാം. ഐ ഹോപ്പ് യു ഗോട്ട് വാട്ട് യു നീഡ്, അല്ലേ? ഈ സമയത്ത് യു ഗായ്സ് ഇൻ അഡ്രിനാലിൻ പമ്പ്, ആൻഡ് ഐ തിങ്ക് ഐ വാസ് ഏബിൾ ടു ഗിവ്. ഞാൻ ഒന്നും തള്ളിയതല്ല, ഒന്നും എക്സ്ട്രാ ഓർഡിനറി പറഞ്ഞല്ല. യു ഗായ്സ് മേക്ക് തിങ്സ് ദി ഓർഡിനറി എക്സ്ട്രാ
അതിനാണ് നമ്മൾ എക്സ്ട്രാ ഓർഡിനറി എന്ന് വിളിക്കുക. സോ ജസ്റ്റ് മേക്ക് ഇറ്റ്. ഓക്കെ ആണല്ലോ? ഫൈൻ. സോ ഐ ക്യാൻ സേ ഐ പ്രോമിസ് മൈസെൽഫ്, യെസ് ദാറ്റ്സ് ഐ വോട്ട്. I promise myself I'll work hard and work smart from tomorrow on. Yes, അത്രേ ഉള്ളൂടാ. We'll just do it together. Okay ആണല്ലോ? Since that you did it, let's go to the next question. Okay ആണല്ലോ? Okay, it's all about doing questions. ഞാൻ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ചെയ്യാനാണ്, അപ്പോൾ അത് നമുക്ക് ചെയ്തേ പറ്റുള്ളൂ. ഓക്കെ, വായിച്ചോ. കുറച്ച് വെള്ളം കുടിക്കട്ടെ. Okay, so what is the question? In changing the state of a gas adiabatically from an equilibrium state A to another equilibrium state B, an amount of work equal to 22.3 joule is done on the system. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? നമുക്ക് ഒരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തിന് നമ്മൾ ആദ്യം സ്റ്റേറ്റ് എയിൽ നിന്ന് സ്റ്റേറ്റ് ബിയിലേക്ക് മാറ്റുകയാണ്. ഓക്കെ ആണല്ലോ? സ്റ്റേറ്റ് എയിൽ നിന്ന് സ്റ്റേറ്റ് ബിയിലേക്ക് മാറ്റുകയാണ്. അങ്ങനെ മാറ്റുമ്പോൾ എന്താ ചെയ്യുന്നത്? നമ്മൾ അതിനകത്തൊരു വർക്ക് ചെയ്യുന്നുണ്ട്. ആ വർക്ക് ഈസ് 22.3 joules. വർക്ക് ഡൺ ഓൺ ദി സിസ്റ്റം, സോ ഇറ്റ് ഈസ് നെഗറ്റീവ്. ശരിയാണല്ലോ? വർക്ക് ഡൺ ഓൺ ദി സിസ്റ്റം അത് 22.3 joule ആണ്. അതായത് യൂണിവേഴ്സിന് നഷ്ടമാണ്, സിസ്റ്റത്തിന് ലാഭമാണ്. സോ ഇറ്റ് ഈസ് നെഗറ്റീവ് 23.3 joule. Okay, if the gas is taken from state A to B via a process in which the net heat absorbed by the system is 9.35 calorie, the net work done by the system in the latter case is. അപ്പോൾ അവർ ചോദിച്ചിരിക്കുന്നത് എന്താണ്? What is the net work done by the system? Okay ആണല്ലോ? Great. So what is happening? ഇത് നമുക്കറിയാം, ദിസ് ഇസ് എൻ അഡിയബാറ്റിക് സിസ്റ്റം അല്ലേ? സോ വാട്ട് ഈസ് ഹാപ്പനിങ്? ദ ചേഞ്ച് ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു എത്രയാണ്? 0 ആണ്. നമുക്കറിയാം ദർ ഇസ് നോ എക്സ്ചേഞ്ച് ഓഫ് ഹീറ്റ്. സോ ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നത് 0 ആണ്. ആൻഡ് വാട്ട് ഈസ് ഡെൽറ്റ ഡബ്ല്യു? ഡെൽറ്റ ഡബ്ല്യു എന്ന് പറയുന്നത് -22.3 ജൂൾ ആണ്. ഡെൽറ്റ ഡബ്ല്യു ഇസ് -22.3 ജൂൾ ആണ്. ഓക്കെ ആണല്ലോ? നമുക്കറിയാം ബൈ ഫസ്റ്റ് ലോ വി ഹാവ് ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു. ശരിയാണല്ലോ? ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു. നമുക്കറിയാം ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നത് 0 ആണ്. ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു. ഡെൽറ്റ യു നമുക്ക് കണ്ടുപിടിക്കണം. ഡെൽറ്റ ഡബ്ല്യു ഇസ് -22.3 ജൂൾ. ദെയർഫോർ ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു 22.3 ജൂൾ. ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഡെൽറ്റ യു കിട്ടി. ഇനി നമുക്കറിയേണ്ടത് ഈ പ്രോസസ്സ്, അതായത് അബ്സോർബ് ചെയ്ത ഹീറ്റ് 9.35 കാലറി ആണെങ്കിൽ എത്ര വർക്കാണ് ചെയ്തിട്ടുള്ളത്? അപ്പോൾ ഈ സെക്കൻഡ് കേസിൽ വാട്ട് ഹാപ്പൻസ് ഇൻ സെക്കൻഡ് കേസിൽ ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നത് 9.35 കാലറിയാണ്. ശരിയാണല്ലോ? 9.35 കാലറിയാണ്, കാരണം സിസ്റ്റം എടുക്കുകയാണ്. ഓക്കെ ആണല്ലോ? സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 9.35 ഇൻറ്റു 4.2. ഓക്കെ, കാലറി ജൂളിലേക്ക് ആക്കാൻ 4.2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ ദിസ് ഇസ് 39.3 ജൂൾ. ഓക്കെ ആണല്ലോ? സോ ദിസ് ഇസ് 39.3 ജൂൾ. ഓക്കെ, ഫൈൻ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദി വർക്ക് ഡൺ? ഡെൽറ്റ ഡബ്ല്യു എത്രയാണ് എന്നുള്ളതാണ് എന്ത് ചോദിച്ചിട്ടുള്ളത്? നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. സോ ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു എന്ന് പറയുന്നതാണ് ഡെൽറ്റ ക്യൂ. അറിയാലോ, നമ്മളൊരു സിസ്റ്റത്തിന് ഹീറ്റ് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഭാഗം അതിൻ്റെ ഇൻറ്റേർണൽ എനർജി കൂട്ടാനും രണ്ടാമത്തെ ഭാഗം അതിൻ്റെ വർക്ക് അല്ലെങ്കിൽ അത് വർക്ക് ചെയ്യാനുമായിട്ടാണ് യൂസ് ചെയ്യുക. ഓക്കെ ആണല്ലോ? സോ ഫോർ ഡെൽറ്റ ഡബ്ല്യു ഇസ് ഈക്വൽ ടു ഡെൽറ്റ ക്യൂ മൈനസ് ഡെൽറ്റ യു. ഓക്കെ ആണല്ലോ? ഇവിടെ ഡെൽറ്റ ക്യൂ എത്രയാണ്? 39.3 മൈനസ് ഡെൽറ്റ യു എന്ന് പറയുന്നത് ആക്ച്വലി വെയിറ്റ്. ഓക്കെ, ഇവിടെ വർക്ക് ഡൺ ശ്രദ്ധിച്ചേടാ. ഇവിടെ 22.3 ജൂൾ ഈസ് ഡൺ ഓൺ ദി സിസ്റ്റം. അപ്പോൾ നമ്മൾ ആക്ച്വലി തെർമോഡൈനാമിക്സ് ആൻഡ് ഫിസിക്സ് നമ്മൾ ആക്ച്വലി സിസ്റ്റത്തിൻ്റെ ഉള്ളിലായിരിക്കുന്നത്. ഓക്കെ, സിസ്റ്റത്തിനുള്ളിൽ നമ്മളിരിക്കുമ്പോൾ നമുക്ക് കുറച്ച് വർക്ക് കിട്ടുകയാണ്. ശരിയാണല്ലോ? ഞാൻ പറയുമ്പോൾ ഞാൻ കെമിസ്ട്രിയിൽ ചിന്തിച്ചു പോയി. നമ്മൾ ഇരിക്കുകയാണ്, അപ്പോൾ എന്ത് പറ്റും? നമുക്ക് കിട്ടുന്ന വർക്ക് പോസിറ്റീവാണ്. അതായത് ഇവിടെ നമ്മൾ സിസ്റ്റത്തിൻ്റെ ഉള്ളിലിരുന്നിട്ട് ആലോചിക്കുക. സിസ്റ്റത്തിന് എന്തെങ്കിലും കിട്ടിയാൽ പോസിറ്റീവാണ്, സിസ്റ്റം പുറത്തേക്ക് കൊടുത്താൽ നെഗറ്റീവാണ്. ഓക്കെ ആണല്ലോ? സോ ഡെൽറ്റ യു ഇസ് -22. ഓക്കെ ആണല്ലോ? സോ ദിസ് ഇസ് -22. സോ ദിസ് മൈനസ്. ഓക്കെ, ഫൈൻ. സോ ഡെൽറ്റ യു, സോ ദിസ് ഇസ് ഡെൽറ്റ ക്യൂ മൈനസ് ഡെൽറ്റ യു. ഓക്കെ ആണല്ലോ? അപ്പോൾ ഡെൽറ്റ യു എന്ന് പറയുന്നത് എത്രയാടാ? ഡെൽറ്റ യു എന്ന് പറയുന്നത് എത്രയാണ്? -22.3 ആണ്.
ഓക്കെ ആണല്ലോ. ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നത് -22.3 ആണ്. സോ ആൻസർ ഇസ് 39.3 പ്ലസ് 22.3. സോ ദിസ് ഇസ് 6, 11, 6. സോ ദിസ് ഇസ് 66.12. ഓക്കെ ആണല്ലോ. സോ ദാറ്റ് ഈസ് ദി ആൻസർ. എന്താ പറ്റിയേ? വർക്ക് ചെയ്തിട്ട് മാർക്ക് കിട്ടുന്നില്ല, അൺനോൺ എന്തൊക്കെയോ എന്തൊക്കെയോ കരയുന്ന ഇമോജീസ് ഒക്കെ കണ്ടല്ലോ. എന്ത് പറ്റിയടാ അത്? വാട്ട് ഹാപ്പൻഡ് ഇത്രയും പെട്ടെന്ന്? അതും മോട്ടിവേഷൻ കഴിഞ്ഞപ്പോൾ എല്ലാവരും പോയോ? എല്ലാവർക്കും മോട്ടിവേഷൻ മാത്രം മതി, കണ്ടന്റ് ഒന്നും വേണ്ട. അതെന്താണ് അങ്ങനെ? അതെന്താ അങ്ങനെ? ആർക്കും മോട്ടിവേഷൻ ഒന്നും വേണ്ടേ? ഐ മീൻ കണ്ടന്റ് ഒന്നും വേണ്ട. ഓക്കെ പോട്ടെ. ഓക്കെ Okay, we'll go to the next question. Endada next question? Two cylinders A and B of equal capacity are connected to each other via a stopcock. Okay ആണല്ലോ. അപ്പോൾ നമുക്ക് രണ്ട് സിലിണ്ടർ ഉണ്ട് അല്ലേ? We have two cylinders which is A and B. Okay ആണല്ലോ. We have two cylinders which is A and B. ഇവരെന്ത് ചെയ്തിരിക്കുകയാണ്? നമ്മളൊരു സ്റ്റോപ്പ് കോക്ക് വഴി കണക്ട് ചെയ്തിരിക്കുകയാണ്. ഓക്കെ ആണല്ലോ. ഇനി എന്താ പറ്റുന്നത്? ഇവിടെ എ, ഇതാണ് എ, ഇതിനകത്ത് ഗ്യാസ് ഉണ്ട് അല്ലേ? ഇത് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചറിലാണ്, അതുപോലെ തന്നെ പ്രഷറിലാണ്. ഓക്കെ ആണല്ലോ. ദിസ് ഇസ് ഇൻ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. എന്നാൽ നമ്മൾ എന്ത് ചെയ്തു? ബി നമ്മൾ കംപ്ലീറ്റ് ഇവാക്യുവേറ്റ് ചെയ്യാണ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഗ്യാസ് മൊത്തം എന്ത് ചെയ്തിരിക്കുകയാണ്? നമ്മൾ ഒഴിവാക്കിയിരിക്കുകയാണ്. ശരിയാണല്ലോ. ഇതെന്താ ചെയ്തിരിക്കുന്നത്? ഈ സിസ്റ്റം കംപ്ലീറ്റ് നമ്മൾ തെർമലി ഇൻസുലേറ്റ് ചെയ്തിരിക്കുകയാണ്. അതായത് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്കോ പുറത്തുനിന്ന് ഉള്ളിലേക്കോ എന്ത് വരുന്നില്ല? നമ്മുടെ ഹീറ്റ് വരുന്നില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്ത് ചെയ്തു? ഇപ്പോൾ ഞാൻ പറഞ്ഞു സ്റ്റോപ്പ് കോക്ക് എന്ന് പറഞ്ഞാൽ വേറെ എന്താണ്? സ്റ്റോപ്പ് കോക്ക് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല. ഇവിടെ നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്? ഒരു ചെറിയൊരു ഇത് വെച്ച് അടച്ചിരിക്കുകയാണ്. ഇനി എന്താ ചെയ്യുന്നത്? പെട്ടെന്ന് നമ്മൾ സ്റ്റോപ്പ് കോക്ക് തുറക്കുകയാണ്. ഓക്കെ, അപ്പോൾ എന്ത് വരും? പെട്ടെന്ന് ഈ ഗ്യാസ് ബിയിലേക്ക് വരും. അപ്പോൾ നമ്മൾ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. ഇൻറ്റേർണൽ എനർജി എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. വാട്ട് ഈസ് ദി ആൻസർ? എങ്ങനെയാണ് ചെയ്യുന്നത്? ഡെൽറ്റ യു എത്രയാണ്? ഡെൽറ്റ യു വിൽ ബി പറഞ്ഞേ. സിമ്പിൾ ആൻസർ ഇസ് 0. കാരണം എന്താ? കാരണം ദിസ് ഇസ് ആൻ അഡിയബാറ്റിക് പ്രോസസ്. ശരിയാണല്ലോ. ദർ ഇസ് നോ എന്താണ് ചേഞ്ച് ഇൻ ദി ഇൻറ്റേർണൽ എനർജി. കാരണം എന്താ? ഇത് തെർമലി ഇൻസുലേറ്റഡ് ആണ്. അതും ഇതൊരു ഇൻറ്റേർണൽ സിസ്റ്റം ആണല്ലേ. കാരണം എയും ബിയും ഒരുമിച്ചാണ്. അതിലേക്ക് നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്? ഒരു സ്റ്റോപ്പ് കോക്ക് വെച്ച് കണക്ട് ചെയ്തിരിക്കുകയാണ്. സോ ദർ ഇസ് ലിറ്ററലി നോ എക്സ്ചേഞ്ച് ഓഫ് ഹീറ്റ്, നത്തിങ്. അതുകൊണ്ട് സിൻസ് ദിസ് ഇസ് തെർമലി ഇൻസുലേറ്റഡ് മീഡിയം, ദ ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി വിൽ ബി 0. മനസ്സിലായോടാ? ഗ്രേറ്റ്. ഇനി ഈ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഫിസിക്സ്, അതായത് NCERTയിൽ ഒരു 2-3 ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. ഇതിൻ്റെ ആൻസർ നമ്മൾ പറഞ്ഞു. ദിസ് ഇസ് 0. വാട്ട് ഈസ് ദ ഫൈനൽ പ്രഷർ ഓഫ് ദ ഗ്യാസ് ഇൻ A and B? സോ ദിസ് ഇസ് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. സോ ദിസ് ഹോൾസ് ഫോർ P1 V1 ഇസ് ഈക്വൽ ടു P2 V2. കാരണം എന്താണ്? ഫൈനൽ ടെമ്പറേച്ചറും പ്രഷറിൻ്റെയും പ്രോഡക്റ്റ് സെയിം ആയിരിക്കും അല്ലേ? ദിസ് ഇസ് എന്തിൻ്റെ ഇക്വേഷനാണ് പറഞ്ഞേ? വിച്ച് പ്രോസസ് ഇസ് ദിസ്? നമുക്ക് ഐസോബാറിക്, ഐസോകോറിക് അങ്ങനെ ഇഷ്ടം പോലെ ഉണ്ട്. വിച്ച് പ്രോസസ് ഇസ് ദിസ്? എൻ ഐസോതെർമിക് പ്രോസസ് അല്ലേ? അങ്ങനെയാണ് നമുക്കറിയാം. P1 ദിസ് ഇസ് സ്റ്റാൻഡേർഡ് കണ്ടീഷൻ അല്ലേ? P1 എന്ന് പറഞ്ഞാൽ 1 ATM ആണ്. V1 എന്ന് പറഞ്ഞാൽ നമുക്ക് V എന്ന് വിളിക്കാം. എത്രയെന്ന് അറിയില്ല അല്ലേ? നമുക്ക് ഒരിക്കലും 1 ലിറ്റർ ഒന്നും എടുക്കാൻ പറ്റില്ല. P2 എത്രയെന്ന് അറിയണം. V2 എത്രയാണ്? V2 നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. V2 A and B ഈക്വൽ കപ്പാസിറ്റിയാണ്. ശരിയാണല്ലോ. അപ്പോൾ ഇത് V ആണെന്ന് വിചാരിക്കാം, ഇതും V ആയിരിക്കും. അപ്പോൾ ഈ സ്റ്റോപ്പ് കോക്ക് തുറക്കുന്നതോടെ ഈ ഗ്യാസ് കംപ്ലീറ്റ് മിക്സ് ആവും. അപ്പോൾ നെറ്റ് V2 എത്രയായിരിക്കും? V2 വിൽ ബി 2V. ശരിയാണോ? കാരണം എന്താ? ഈ വിയും കൂടെ കൂട്ടി ടോട്ടൽ വോളിയം വിൽ ബി 2V. ശരിയാണല്ലോ. V2 is equal to 2V. അങ്ങനെയാണെങ്കിൽ എന്ത് പറ്റും? P2 is equal to P1 into V1 by V2. ശരിയാണല്ലോ. P1 into V1 by V2. So P1 is 1, V1 is V, V2 is 2V. അല്ലെങ്കിൽ this is 1 by 2 അല്ലെങ്കിൽ 0.5 ATM. So the answer is 0.5 ATM. ഓക്കെ ആണല്ലോ. ഫൈൻ. അടുത്തത്, വാട്ട് ഈസ് ദ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഓഫ് ദ ഗ്യാസ്? സെയിം. വാട്ട് ഈസ് ഹാപ്പനിങ്? ടെമ്പറേച്ചർ ഓഫ് ദ ഗ്യാസിന് എന്ത് പറ്റും? ദിസ് ഇസ് തെർമലി ഇൻസുലേറ്റഡ്. സോ ദർ ഇസ് നോ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഓർ ഡെൽറ്റ T is equal to 0. ഓക്കെ ആണല്ലോ. ഫൈൻ. സോ തിങ് ഇസ് വാട്ട്? ഡെൽറ്റ T is equal to 0. സ്നേഹ, നിങ്ങളുടെ മോട്ടിവേഷൻ പൊളിയാണ്. സോ ഇറ്റ്സ് നോട്ട് അബൌട്ട് മോട്ടിവേഷൻ. അത് ചിരിച്ചിടാനുള്ള കാര്യമൊന്നുമല്ല. ബിക്കോസ് ഒരുപാട് പേർക്ക് അത് ആവശ്യമാണ്. ഒരുപാട് പേര് ഒറ്റയ്ക്ക് വീട്ടിൽ നിന്ന് പുറത്തുനിന്നുള്ള സപ്പോർട്ട് ഇല്ലാണ്ട് നിൽക്കുന്നതാണ്. സോ യു ഗായ്സ്, അതായത് ഇപ്പോൾ ഒരുപാട് പേർക്ക് തമാശയായിട്ട് തോന്നും, ഒരുപാട് പേർക്ക് ഭയങ്കര സീരിയസ് ആയി തോന്നും. ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ്, എന്നെയും ഇതേപോലെ ഒരുപാട് പേര് ഒരുപാട് ഇമോഷണലി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്.
ഇമോഷണൽ സപ്പോർട്ട് ഇസ് സോ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് അധികം പറയുന്നില്ല. യു വിൽ അണ്ടർസ്റ്റാൻഡ് സം ഡേ ഹൗ ഇമ്പോർട്ടൻറ്റ് ഇസ് പീപ്പിൾ ഇൻ യുവർ ലൈഫ്. അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനൊക്കെ ആയിട്ട് നമുക്കത് പറയാം. ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഇസ്. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? എ സ്റ്റീം എഞ്ചിൻ ഡെലിവേഴ്സ് 5.4 into 10⁸ joule of work per minute. ഓക്കെ, സോ ഇവർ ചെയ്തിരിക്കുന്ന വർക്ക്, വാട്ട് ഈസ് ദ വർക്ക് ഡൺ പെർ മിനിറ്റ്? ദിസ് ഇസ് 5.4 into 10⁸ joule. ശരിയാണല്ലോ. വർക്ക് ഡൺ പെർ മിനിറ്റ് എത്ര? 5.4 into 10⁸ joule. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? എക്സ്ട്രാക്ട് 3.6 into 10⁹ joule. അതായത് ദേ എക്സ്ട്രാക്ട് വാട്ട്? ദേ എക്സ്ട്രാക്ട് ഹീറ്റ് അബ്സോർബ്ഡ്. ഇവർ അബ്സോർബ് ചെയ്ത ഹീറ്റ്, അഥവാ ഹീറ്റ് അബ്സോർബ്ഡ് എന്ന് പറയുന്നത് എത്രയാടാ? 3.6 into 10⁹ joule ആണ്. ഓക്കെ ആണല്ലോ, മനസ്സിലായല്ലോ. ഓക്കെ, നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ എഫിഷ്യൻസി. വാട്ട് ഈസ് ദ എഫിഷ്യൻസി? എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ കൊടുത്ത ഹീറ്റിന് എത്ര വർക്ക് ചെയ്തു. നമുക്കറിയാം അല്ലേ, നമ്മൾ കൊടുത്ത പൈസയ്ക്ക് ഇയാൾ എത്ര വർക്ക് ചെയ്തു, അതാണ് ഇയാളുടെ എഫിഷ്യൻസി. അതേ കാര്യം തന്നെ ഇവിടെയും നമ്മൾ കൊടുക്കുന്ന ഹീറ്റിന് ഇയാൾ എത്ര വർക്ക് ചെയ്യും. സോ ദാറ്റ് ഈസ് ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്. ഇവിടെ ഔട്ട്പുട്ട് എന്താണ്? ഇവിടെ ഔട്ട്പുട്ട് ഈസ് വർക്ക് ഡൺ അല്ലേ. സോ ഇറ്റ് ഈസ് വർക്ക് ഡൺ ബൈ ഹീറ്റ് അബ്സോർബ്ഡ്. ശരിയാണല്ലോ. കൊടുത്ത ഹീറ്റിന് എത്ര വർക്ക് ചെയ്തു. സോ വർക്ക് എത്രയാ? 5.4 into എത്രയായിരുന്നു? 10⁸. അതുപോലെ തന്നെ എത്ര ഹീറ്റ് അബ്സോർബ് ചെയ്തത്? 3.6 into 10⁹. ഓക്കെ ആണല്ലോ. ഇത് കിട്ടുമ്പോൾ യു ഗെറ്റ് 0.15. ദിസ് ഇസ് 15%. സോ ആൻസർ ഇസ് 1. ഓക്കെ ആണല്ലോ, മനസ്സിലായല്ലോ. അടുത്ത കാര്യം, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ഇടയ്ക്ക് ചോദിക്കുന്ന കാര്യം, എത്ര ഹീറ്റ് എനർജി വേസ്റ്റ് ചെയ്തു. അതായത് ഹീറ്റ് എനർജി വേസ്റ്റഡ് പെർ മിനിറ്റ്. ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ. ഒരു മിനിറ്റിൽ എത്ര ഹീറ്റ് എനർജിയാണ് ഈ ചങ്ങായി വേസ്റ്റ് ചെയ്തത്? അതെത്രയാണ്? ദാറ്റ് ഈസ് ഹീറ്റ് എനർജി അബ്സോർബ്ഡ് പെർ മിനിറ്റ് മൈനസ് യൂസ്ഫുൾ വർക്ക് ഡൺ. അതായത് എന്താ, എങ്ങനെ പറയാം? നമ്മൾ എത്ര ഹീറ്റ് എനർജി അവന് കൊടുത്തു. ഓക്കെ, എത്ര ഹീറ്റ് എനർജി കൊടുത്തു, ആ കൊടുത്ത ഹീറ്റ് എനർജിയിൽ നിന്ന് എത്ര ഭാഗം വർക്കായി ചെയ്തു, അത് നമുക്ക് യൂസ്ഫുൾ ആയി കിട്ടിയതാണ് അല്ലെ, നമുക്കത് കിട്ടിയ വർക്കാണ്. ഓക്കെ ആണല്ലോ. സോ അതിൻ്റെ ബാക്കിയാണ് എന്തുണ്ടാവുക? വേസ്റ്റായി പോയിട്ടുണ്ടാവുക. അപ്പോൾ ഹീറ്റ് എനർജി എത്ര അബ്സോർബ് ചെയ്തു? 3.6 into 10⁹. ശരിയാണല്ലോ. അതെ, ഹീറ്റ് എനർജി അബ്സോർബ്ഡ് ആണ്. ഇതിവിടെ എത്ര വർക്കാ ചെയ്തേ? 5.4 into 10⁸. ഓക്കെ ആണല്ലോ. സോ ദിസ് ഇസ് 3.06 into 10⁹ joule. കിട്ടിയോടാ? സോ ദ ആൻസർ ഇസ് 3.06 into 10⁹ joule. കിട്ടിയോടാ? സോ ദാറ്റ് ഈസ് റിഗാർഡിംഗ് ദി സ്റ്റീം എഞ്ചിൻ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ എത്ര കൊടുത്തു, അതിന് എത്ര വർക്ക് കിട്ടി. സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ് ഹിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. വാട്ട് ഇസ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? ആൻ ഇലക്ട്രിക് ഹീറ്റർ സപ്ലൈസ് ഹീറ്റ് ടു എ സിസ്റ്റം അറ്റ് എ റേറ്റ് ഓഫ് 100 watts. ഓക്കെ, ഫൈൻ. If the system performs work at the rate of 75 joules per second, at what rate is the internal energy increasing? അപ്പോൾ ഇവിടെ ഡെൽറ്റ ക്യൂ, ഇവിടെ കൊടുക്കുന്ന ഹീറ്റ് എത്രയാണ്? 100 watt ആണ്. നമുക്കറിയാം 100 watt എന്ന് പറയുന്നത് 100 joule per second ആണ്. ശരിയാണല്ലോ, കൊടുക്കുന്ന ഹീറ്റാണ്, പോസിറ്റീവാണ്. ഡെൽറ്റ ഡബ്ല്യു എത്രയാണ്? ചെയ്യുന്ന വർക്ക് ചെയ്യാണ് അല്ലേ. സോ ദാറ്റ് ഈസ് 75 joules per second. ഓക്കെ ആണല്ലോ, ഫൈൻ. ആൻഡ് വാട്ട് ഈസ് ഡെൽറ്റ ക്യൂ? Delta Q is delta U plus delta W. Therefore, delta U എന്ന് പറയുന്നത് എത്രയാണ്? Delta Q minus delta W. Delta Q minus delta W. So this is 100 minus 75. ശരിയാണല്ലോ. 100 minus 75. This is 25 joule per second. Answer is 2. Okay ആണല്ലോ. So it is 25 joules per second. മനസ്സിലായല്ലോ? ക്ലിയർ ആയല്ലോ? Okay. Great. We'll move to the next question. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? ശ്രദ്ധിച്ചേ. എ തെർമോഡൈനാമിക് സിസ്റ്റം ഇസ് ടേക്കൺ ഫ്രം ആൻ ഒറിജിനൽ സ്റ്റേറ്റ് ടു ആൻ ഇന്റർമീഡിയറ്റ് സ്റ്റേറ്റ് ബൈ ദ ലീനിയർ പ്രോസസ് ഷോൺ ഇൻ ദ ഫിഗർ. ഓക്കെ, ഇറ്റ്സ് വോളിയം ഈസ് ദെൻ റെഡ്യൂസ്ഡ് ടു ദ ഒറിജിനൽ വാല്യൂ ഫ്രം ഇ ടു എഫ് ബൈ ആൻ ഐസോബാറിക് പ്രോസസ്. സംബന്ധിച്ചു. ദ ടോട്ടൽ വർക്ക് ഡൺ ബൈ ദ ഗ്യാസ് ഫ്രം ഡി ടു ഇ ടു എഫ്. ഈ ടോട്ടൽ കാര്യം ചെയ്യാൻ വേണ്ടി എത്ര വർക്ക് ചെയ്യണം എന്നാണ് കവി ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം ഗ്രാഫാണോ ഏരിയ ആണ്, അതിൽ ഡൗട്ടൊന്നുമില്ലല്ലോ. സോ ഇറ്റ്സ് റിഗാർഡിംഗ് ദി ഏരിയ. ക്വസ്റ്റ്യൻ ഇസ് റിഗാർഡിംഗ് ദി ഏരിയ. അത് നമുക്ക് ഡൗട്ടൊന്നുമില്ല അല്ലേ. സോ ലെറ്റ്സ് ഡു ഇറ്റ്. ആദ്യം നമുക്കറിയേണ്ടത് ഏരിയ കണ്ടുപിടിക്കാൻ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. അപ്പോൾ വാട്ട് ഈസ് ദ ചേഞ്ച് ഇൻ പ്രഷർ? ഡെൽറ്റ പി. ഡെൽറ്റ പി എത്രയാണ്? 600
മൈനസ് 300. സോ ദാറ്റ് ഈസ് 300 എത്ര തന്നിട്ടില്ലേ? 300 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ അല്ലേ? ഓക്കെ ആണല്ലോ, 300 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ. സോ നമ്മളിതിന് എന്ത് ചെയ്യണം? 300 ന്യൂട്ടൺ സ്ക്വയർ നമുക്ക് എങ്ങനെ എഴുതാം? ഇത് വെയിറ്റ്, ഓക്കെ. സോ 300 ദാറ്റ് ഈസ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. അത് അങ്ങനെ തന്നെയാണ് തന്നിട്ടുള്ളത്. ഇനി വാട്ട് ഇസ് റിഗാർഡിങ് വാട്ട് ഇസ് വോളിയം? വോളിയം എത്ര തന്നിട്ടുള്ളത്? അതിനകത്ത് ഐ തിങ്ക് ഈ ഗ്രാഫ് ഞാൻ പ്ലോട്ട് ചെയ്തപ്പോൾ മാറിയൊന്ന് സംശയമുണ്ട്. 1 സെക്കൻഡ്. ഇവിടെ NCERT ഗ്രാഫ് എങ്ങനെയാടാ? അത് ജസ്റ്റ് ഡ്രോ ദ NCERT ഗ്രാഫ് കേട്ടോ. ഇതിനകത്ത് എന്തോ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഇങ്ങനെയുള്ള ഗ്രാഫ് I'll just draw the graph. Okay, so നമുക്ക് റൈറ്റ് ആംഗിൾ കിട്ടൂല. പോട്ടെ, ഈ ഗ്രാഫ് വരയ്ക്കാം കേട്ടോ. ഞാൻ വരച്ച ആ ക്വസ്റ്റ്യനിലെ ഗ്രാഫ് തെറ്റാടാ. ഓക്കെ, സോ ദിസ് ഇസ് വോളിയം കേട്ടോ. ഈ ആക്സസിൽ വോളിയം ആണ്, ഈ ആക്സസിൽ പ്രഷറാണ്. ഓക്കെ ആണല്ലോ. ദിസ് ഇസ് 600, ദിസ് ഗൈ ഇസ് 300. ഇത് നിങ്ങൾക്ക് ക്യൂബിക് സെൻറ്റിമീറ്ററിൽ തന്നിട്ടുള്ളത് കേട്ടോ. ഇത് അറ്റ്മോസ്ഫിയറിലാണ് തന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇത് 2ഉം ഇത് 6ഉമാണ്. ഓക്കെ, ഇത് 5ആണ്. ഓക്കെ ആണല്ലോ. സോറി, ചെറിയ മിസ്റ്റേക്കാണ് കേട്ടോ, എൻ്റെ ഭാഗത്ത് വന്ന മിസ്റ്റേക്കാണ്. വേറെ ഒന്നുമില്ല, ഗ്രാഫിലൊരു ചെറിയ മിസ്റ്റേക്ക് വന്നത്. അതാണ് ഞാൻ സൊല്യൂഷൻ നോക്കിയപ്പോൾ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഓക്കെ, സോ വാട്ട് ഇസ് ഹാപ്പനിങ്? ഇവിടെ ഡെൽറ്റ പി എത്രയാണ്? ഡെൽറ്റ പി എത്രയാണ്? ഡെൽറ്റ പി എന്ന് പറയുന്നത് ഇവിടെ ഇപ്പോൾ എത്രയാണ്? 5 മൈനസ് 2 ATM. അതായത് ദിസ് ഇസ് 3 ATM. മനസ്സിലായോ? ഇറ്റ് ഈസ് 3 ATM. സോ 3 ATM എന്ന് പറഞ്ഞാൽ 3 × 10⁵ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഓക്കെ ആണല്ലോ. സോ ഇവിടെ ഡെൽറ്റ പി എത്രയാണ്? 3 × 10⁵ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. അതുപോലെ വാട്ട് ഇസ് ദ ചേഞ്ച് ഇൻ വോളിയം? ചേഞ്ച് ഇൻ വോളിയം 600 - 300 ക്യൂബിക് സെൻറ്റിമീറ്റർ. അതായത് 300 ക്യൂബിക് സെൻറ്റിമീറ്റർ. ദിസ് ഇസ് ഈക്വൽ ടു 300 × മീറ്റർ ക്യൂബ് ആക്കാൻ എന്ത് ചെയ്യണം? 10⁻² ദി ഹോൾ ക്യൂബ്. അതായത് 10⁻² ദി ഹോൾ ക്യൂബ്, അഥവാ 300 × 10⁻6 മീറ്റർ ക്യൂബ്. മനസ്സിലായോ? സോ ദിസ് ഇസ് 300 × 10⁻6 ദി മീറ്റർ ക്യൂബ്. ഓക്കെ, ഇനി വാട്ട് ഈസ് ദി വർക്ക് ഡൺ? വർക്ക് ഡൺ എത്രയാണ്? ഹാഫ് ഇൻറ്റു ബേസ്. ഇവിടെ ബേസ് എത്രയായിട്ട് എടുക്കാം? ബേസിന് നമുക്ക് ദിസ് ഇസ് ദ ബേസ് അല്ലേ? ബേസ് എത്രയാണ്? 3 × 10⁵ ഇൻറ്റു ഹൈറ്റ് എത്രയാണ്? ഹൈറ്റ് ഇസ് അഗെയിൻ 300 × 10⁻6. ശരിയാണല്ലോ. ഇത് വൺസ് യു സോൾവ് യു വിൽ ബി ഗെറ്റിംഗ് എസ് 45 joules. ഓക്കെ ആണല്ലോ. ദ ആൻസർ ഇസ് 45 joules. സോ ദിസ് ഇസ് അഗെയിൻ റോങ്. ക്വസ്റ്റ്യൻ തെറ്റാണല്ലോ അത്. സോറിടാ. ആൻസർ ഇസ് 45 joules കേട്ടോ. 60, 30, 45, 50 അങ്ങനെ വരിക കേട്ടോ. സോ ദ ആൻസർ ഇസ് 45 joules. മനസ്സിലായല്ലോ? ക്ലിയർ ആയല്ലോ? ഓക്കെ, I think this is the last question for the day. എന്താണ് ക്വസ്റ്റ്യൻ തന്നിട്ടില്ല, ശ്രദ്ധിച്ചേ. A refrigerator is to maintain heatables kept inside at 9 degrees Celsius. If the room temperature is 36 degrees Celsius, coefficient of performances. ഓക്കെ, അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇത് ഇപ്പോൾ 36 സോ ദ T1 is 36. ഒരു റെഫ്രിജറേറ്റർ എടുക്കുമ്പോൾ T1 എന്ന് പറയുന്നത് ഏത് ടെമ്പറേച്ചർ ആണുള്ളത്, T2 എന്ന് പറയുന്നത് നിനക്ക് എങ്ങോട്ടാണ് കുറയ്ക്കേണ്ടത്. T1 is 36 degrees Celsius. This is 36 plus 273, which is 309 Kelvin. അറിയാലോ, അത് നമുക്ക് കെൽവിനിലേക്ക് ആക്കാൻ അതിൻ്റെ കൂടെ 273 കൂട്ടിയാൽ മതി. ആൻഡ് വാട്ട് ഇസ് T2? T2 is regarding 9 degrees Celsius അല്ലേ? 9 degrees Celsius ആണ്. സോ 9 plus 273, which is 282 Kelvin. So T2 is 282 Kelvin. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് ദ കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ്? ഇ പറഞ്ഞ വാട്ട് ഇസ് ഇ? ഈസ് ഈക്വൽ ടു T2 by T1 minus T2. ശരിയാണല്ലോ. E is equal to T2 divided by T1 minus T2. So this is 282 divided by 309 minus 282. Okay ആണല്ലോ. So this is 282 by 27. That is 10.4. മനസ്സിലായോടാ? That is 10.4. Answer is 4. Answer is 10.4. Okay ആണല്ലോ. Okay. Let me read this. എന്തൊക്കെയാണ് ചോദിച്ചല്ലേ? ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ചെയ്തു തരാൻ ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. വിച്ച് ക്വസ്റ്റ്യൻ വാസ് ദിസ്? ഏതാണ് ചോദിച്ചത്? ഈ ക്വസ്റ്റ്യൻ ആണോ? ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ആണ് അല്ലേ? ഈ ക്വസ്റ്റ്യൻ, ദിസ് ഇസ് ആക്ച്വലി വാട്ട് യു ഹാവ് ടു ഡു ഇസ് ഹിയർ വർക്ക് ഡൺ. വെയിറ്റ്,
ഓക്കെ, അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻ ചേഞ്ചിങ് ദ സ്റ്റേറ്റ് ഓഫ് എ ഗ്യാസ് അഡിയബാറ്റിക്കലി ഫ്രം ഇക്വിലിബ്രിയം സ്റ്റേറ്റ് എ ടു ഇക്വിലിബ്രിയം സ്റ്റേറ്റ് ബി an amount of work equal to 22.3 joule is done on the system. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് ഹാപ്പനിങ് ഈസ്, ഇതൊരു സ്പെഷ്യൽ കേസാണ്. ഞാൻ പറയുമ്പോൾ വീണ്ടും തെറ്റിപ്പോയി, തിങ്കിങ് അതർ തിങ് റാൻഡം തിങ്സ്. ഇതിൽ ഒരു അഡിയബാറ്റിക് പ്രോസസ്സാണ് അല്ലേ. അഡിയബാറ്റിക് പ്രോസസ്സിൽ വർക്ക് ഡൺ ചെയ്യുമ്പോൾ വിൽ ബി ആൾവേസ് ടേക്കിംഗ് ഇറ്റ് ആസ് -22.3 joules. ഓക്കെ ആണല്ലോ, ദിസ് ഇസ് എൻ അഡിയബാറ്റിക് വർക്ക് ഡൺ. അഡിയബാറ്റിക് വർക്ക് ഡൺ ഇസ് നെഗറ്റീവ്, സോ ഡെൽറ്റ ഡബ്ല്യു ഇസ് -22.3. ഓക്കെ ആണല്ലോ. സോ അങ്ങനെയാണെങ്കിൽ എന്താ പറ്റുക പറഞ്ഞേ, വാട്ട് ഇസ് ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ ക്യൂ ഇസ് ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു. ഇപ്പോൾ ഇവിടെ ഡെൽറ്റ ക്യൂ ഇസ് 0, നമുക്കറിയാം അഡിയബാറ്റിക് ആണ് അല്ലേ. സോ ദാറ്റ് ഈസ് ഡെൽറ്റ യു -22.3. ഓക്കെ ആണല്ലോ. ദെർഫോർ ഡെൽറ്റ യു എത്ര കിട്ടി? 22.3 ജൂൾസ് കിട്ടി. മനസ്സിലായോടാ? ഓക്കെ, ഇനി നമുക്കറിയാം സെക്കൻഡ് കേസ് നമ്മൾ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഇവിടെ ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നത് 9.35 കാലറിയാണ്. ശരിയാണല്ലോ. ഇവിടെ ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നത് 9.35 കാലറിയാണ്. അത്ര ഹീറ്റാണ് കൊടുത്തത്. സോ നമ്മളോട് ചോദിച്ചുള്ളത് ഇത് കാലറിയിൽ നിന്ന് മാറ്റാം, 9.35 ഇൻറ്റു 4.2 ചെയ്യാം. സോ യുൽ ബി ഗെറ്റിംഗ് 39.3 ജൂൾ. എന്തിനാണ് ചെയ്തത്? കാലറീനെ നമുക്ക് ജൂളാക്കാൻ. അത്രയും മനസ്സിലായല്ലോ? ഫൈൻ. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡെൽറ്റ ഡബ്ല്യു എത്രയാണ്. നമുക്കറിയാം ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു ആണ് എന്ത്? ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നത്. ശരിയാണല്ലോ. ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു ആണ് ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നത്. ഓക്കെ, സോ വാട്ട് ഇസ് ഡെൽറ്റ ഡബ്ല്യു? ഡെൽറ്റ ക്യൂ മൈനസ് ഡെൽറ്റ യു. സോ ദാറ്റ് ഈസ് 39.3 മൈനസ് 22.3, ദാറ്റ് ഈസ് 17 ജൂൾ. ഓക്കെ, ആൻസർ ഇസ് 17 ജൂൾ. ഞാൻ നേരത്തെ ചെയ്തത് തെറ്റാണ്, ജസ്റ്റ് ലീവ് ഇറ്റ്. ആൻസർ ഇസ് 17 ജൂൾ. മനസ്സിലായോടാ? ഓക്കെ ആണോ? ആ ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ. ഇത് അഡിയബാറ്റിക് ആണ് കേട്ടോ, എനിക്ക് പെട്ടെന്ന് മാറിപ്പോയി. ജസ്റ്റ് ടുക്ക് ഇറ്റ് ആസ് പോസിറ്റീവ്. പിന്നെന്താ വാട്ട് ഇസ് ആസ്ക് സർ, ഇപ്പം തൊട്ട് അടിപൊളിയായിട്ട് വർക്ക് ചെയ്താൽ ഉറപ്പായും ഈ 2 മന്ത് കൊണ്ട് നീറ്റ് ക്രാക്ക് ചെയ്യാൻ കഴിയില്ലേ? ഡെഫിനറ്റ്ലി, ഇഫ് യു ട്രസ്റ്റ് ഓൺ യുവർ സെൽഫ്, യു വർക്ക് ഓൺ എ ഡെയിലി ബേസിസ്, റെഗുലറായിട്ട് കുറച്ച് ഭാഗങ്ങൾ പഠിച്ചു തീർക്കുകയാണെങ്കിൽ ഐ ജസ്റ്റ് ട്രസ്റ്റ് യു വിൽ മേക്ക് യുവർ ഡ്രീം. ഓക്കെ ആണല്ലോ? ഫൈൻ. ഡെൽറ്റ യു ഇങ്ങനെ പ്രോബ്ലം ചെയ്യുമ്പോൾ നെഗറ്റീവ് ആവില്ലല്ലോ. യെസ്, പോസിറ്റീവ് ആടാം. ശരിയാണ്, ചെയ്തപ്പോൾ തെറ്റിപ്പോയതാണ് കേട്ടോ. ജസ്റ്റ് പെയർ മീ ഫോർ ദാറ്റ്. സോ ദാറ്റ്സ് ഓൾ ഫോർ ദി ഡേ. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക്, എൽസ് വിൽ ജസ്റ്റ് എൻഡ് ദ സെഷൻ. ഭയങ്കര ചെറിയൊരു സെഷൻ ആയിരുന്നു അല്ലേ, കമ്പയറിംഗ് മീ. സാധാരണ എൻ്റെ ഒരു 2 hours മിനിമം ഉണ്ടാവാറുണ്ട്, ഇന്ന് പെട്ടെന്ന് തീർന്ന് കിട്ടിയിട്ടുണ്ട്. സോ ഐ ഹോപ്പ് എവറിത്തിങ് ഇസ് ക്ലിയർ. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടോ? ഇല്ലെങ്കിൽ വിൽ സേ ഗുഡ് ബൈ ടു ദിസ് സെഷൻ. തേർമോഡൈനാമിക്സ് വാസ് ടു സ്മോൾ അല്ലേ, ഭയങ്കര ഒരു 7-8-10 ക്വസ്റ്റ്യൻ അടുത്തേ ഉണ്ടായിരുന്നുള്ളൂ. സോ ഐ ഹോപ്പ് എവറിത്തിങ് വാസ് ക്ലിയർ ഫോർ യു. ഓക്കെ, സോ തോമസ് ഇസ് മനസ്സിലായി സർ, ദാറ്റ്സ് ഗ്രേറ്റ്. എന്തെങ്കിലും വേറെ കാര്യങ്ങൾ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? എൽസ് വിൽ ജസ്റ്റ് കൺക്ലൂഡ് ദിസ് സെഷൻ. വിൽ ജസ്റ്റ് സേ, സോ ദാറ്റ്സ് വേറൊന്നുമില്ല തോന്നുന്നു അല്ലേ. So we'll just say good night. So good night everyone. See you in some other time. വേറെ ഏതെങ്കിലും ചാപ്റ്റർ ആയിട്ട് കോമ്പയർ റൂംസിലോ കലാഷ്നിക്കാവലോ ഒക്കെ ആയിട്ട് നമുക്ക് കാണാം. So I hope everyone understood this session. Thank you for having me here. Good night.